സന്നിധരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ ദാസി സ്വതന്ത്രം ഇന്ത്യയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ PC നാക്കിന് വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടിയാണ് കടന്നു വന്നിരിക്കുന്നത്. ഈ ചെറിയൊരു കൂട്ടായ്മയ്ക്ക് കടന്നു വരുവാൻ മനസ്സ് കാണിച്ചതിനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്വതന്ത്രം കർത്താവിന്റെ ദാസൻ ലിച്ചുപണിക്കലും നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടത്തിൽ കടന്നു വരുവാൻ ദൈവം വഴി ഒരുക്കിയതിനെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് വൈകിട്ട് നടക്കുന്ന മീറ്റിംഗിൽ സ്തോത്രം വേറൊരു സാക്ഷിയോടെ കേൾക്കുവാനിടയാകും. സ്തോത്രം. ഇനിയുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നു. സ്തോത്രം. ഇഷ്ടം പോലെ സമയമുണ്ട്. കർത്താവിന്റെ ദാസി സാക്ഷ്യമായിട്ടും ദൈവവചനമായിട്ടും കഴിഞ്ഞ ദിവസം എനിക്ക് കേൾക്കാനിടയായി. സ്തോത്രം. ഞങ്ങൾ കുറച്ചുപേരെ ഉള്ളായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. സ്തോത്രം. കർത്താവിന്റെ ദാസിയെ ഞാൻ ക്ഷണിക്കുന്നു. നമ്മൾ എല്ലാവരും കരങ്ങളെ അടിച്ച കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുക. സന്തോഷത്തോടെ ദൈവസന്നിധിയില് ഈ നല്ല ദിവസത്തിലായിരിക്കുവാൻ ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ മോനച്ചൻ ബ്രദർ, പ്രിയ ലിജു പണിക്കർ പാസ്റ്റർ, ദൈവമക്കൾ ഏവർക്കും ഈ പ്രഭാതത്തിലെ ക്രിസ്തേശുവിനുള്ള സ്നേഹവന്ദനം. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടുണ്ട്, അത് പ്രകാരം പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിത്യ സ്നേഹം എന്നെയും തേടി വന്നു, നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ. നിത്യ സ്നേഹം എന്നെയും തേടി വന്നു, നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ. ഹീന എന്നെ മെനഞ്ഞല്ലോ കർത്താവിനാ, മാനപാത്രവുമാ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ നിത്യസ്നേഹം അതാത് സമയങ്ങളില് ദൈവം കണ്ടിട്ടുള്ളവരെ വിടുവിക്കുവാൻ തയ്യാറാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുമ്പില് നമുക്ക് പ്രശംസിക്കുവാനായിട്ട് വേറൊരു വകയുമില്ല. നാം പ്രശംസിച്ച അനേക വകകൾ ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തില്. എന്നാൽ എന്റെ ദൈവം ആ വകയൊക്കെ എടുത്തു മാറ്റി എനിക്കും നിങ്ങൾക്കും അഭിമാനിക്കാൻ ഒറ്റ വകയേ ഉള്ളൂ. അത് ക്രൂശിതനെന്ന് കാണുവാൻ ഈ ലോകത്തിൽ വെച്ച് ഭാഗ്യം തന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയില് വിശ്വസ്തയോടുകൂടെ ആയിരിക്കാം. അറിയാം, ക്രിസ്തു എന്നില് വളർന്നാൽ ഞാൻ ഇല്ലാതാകും. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവേ, നിന്റെ സന്നിധിയില് ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് പണിയണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, കർത്താവെ ഞങ്ങളൊന്ന് ഇല്ലാതായി നീ ഞങ്ങളിൽ നിന്ന് രൂപപ്പെടുവാൻ മനസ്സ് കാണിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചാൽ കുനിഞ്ഞിരിക്കുന്ന തലകളെയൊക്കെ എന്റെ ദൈവം ഉയർത്തി. ദൈവസന്നിധി നാം ആരും തലകുനിച്ചിരിക്കേണ്ടവരല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചില്ല. ലജ്ജിച്ചു പോകുന്ന ഒരുവന്റെ കൂട്ടത്തിലല്ല ദൈവം എന്നെ നിങ്ങളെ വിളിച്ചിറക്കിയിരിക്കുന്നത്. പിന്നെയോ ഇന്നും അത്ഭുതം പ്രവർത്തിക്കുവാൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം എന്നെ നിങ്ങളെ വരുമെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന്റെ മക്കളാണ്. ആമേൻ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യം പറയുന്നുണ്ട്, യിശയ്യായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അതിന്റെ വേരുകളിൽ നിന്നുള്ളൊരു കൊമ്പ് ഫലം കായ്ക്കുമെന്ന് ദൈവ
ദൈവത്തിന്റെ വചനം പറയുന്നു. നാം ഒക്കെ എഴുതിത്തള്ളി വെച്ചിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. എല്ലാത്തിനും അന്ത്യം കുറിച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഇനി ഇത് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല, ഒരു തരത്തിലും ഗതി പിടിക്കത്തില്ല, ഒരു തരത്തിലും എനിക്ക് രക്ഷയില്ല, എനിക്ക് മനുഷ്യന് മുമ്പിൽ തലതൂക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് കുറ്റി പോലെ നിൽക്കുന്ന ചില ജീവിത വിഷയങ്ങളെ നോക്കി എന്റെ ദൈവത്തിന്റെ ആത്മാവി പകൽക്കാലം പ്രവചിക്കുകയാ. നീ അടച്ചു വെച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേലെ, കെട്ടിവെച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേലെ എനിക്കൊന്ന് പ്രവർത്തിപ്പാനുണ്ട്. ഈ കുറ്റിയിൽ നിന്ന് ഒന്നുമല്ലാത്ത അവസ്ഥ ഒന്ന് സമ്മതിക്കുവാൻ തയ്യാറായാൽ, നമുക്കറിയാം BC 700 യെശയ്യാവ് എന്ന പ്രവാചകന് ഈ പ്രവചനം വിളിച്ചു പറയുന്നത്. അദ്ദേഹം ജനിക്കുന്നതിന് 300 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആളാ ഇശ്ശായിയും ശലോമോനും ഒക്കെ. വലിയ പ്രൗഢ ഗംഭീരമായ എന്ന് പറഞ്ഞാൽ എല്ലാം ഉള്ള വലിയ തറവാടുകാരനായിരുന്നു ഈ ഇശ്ശായി എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായി പിൻതലമുറക്കാർ നീങ്ങിയപ്പോഴ് ദൈവം അവനെ വെട്ടി, ഈ പടുവൃക്ഷം പോലെ നിൽക്കുന്ന മനോഹര വൃക്ഷത്തെ വെട്ടി ദൈവം ഒരു കുറ്റിയാക്കി അവശേഷിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലത്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. വളരെ നമ്മള് തറവാടുകാരെന്ന് നമ്മൾ പറയും. പണ്ടൊക്കെ വലിയ നിലയും വിലയും അവരൊക്കെ ഒന്ന് ഇറങ്ങി വന്നാൽ നമ്മളൊക്കെ മാറി നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വെറും തറവാടിന്റെ പേരിൽ മാത്രം അവശേഷിച്ച് നിൽക്കുന്ന കുടുംബങ്ങളെയാണ് നാം ലോകത്തിലോട്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലോട്ട് ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത്. അതുപോലെയാ ഇവിടെ ഇശ്ശായിയുടെ കുടുംബത്തെ നോക്കിക്കൊണ്ട് യെശയ്യാവ് എന്ന പ്രവാചകൻ വിളിച്ചു പറയുന്നത്. ഇന്ന് ലോകത്തിൽ ധാരാളം പ്രവാചകന്മാരുണ്ട്. ചില ഭവനങ്ങളിൽ കയറി വന്ന് ഞാൻ പ്രവാചകന്മാരെ ഒരിക്കലും തുച്ഛീകരിക്കുകയല്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാ. ദൈവത്തിൽ പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വരുന്നതല്ല. ദൈവ കൽപ്പന പ്രകാരം ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന് അവർ ആത്മനിയോഗം പ്രാപിച്ചു പറയുന്നതാ പ്രവചനം എന്ന് പറയുന്നത്. എന്നാൽ എന്റെ യേശുവാകുന്ന ദൈവം ഇപ്രകാരം വിളിച്ചു പറയുക. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, ആഴത്തിനു മീതെ ഇരുൾ കിടക്കുന്ന ഭാഗത്തേക്ക് നോക്കി അവൻ വിളിച്ചു പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ. എല്ലാം ഉള്ളത് നോക്കി പ്രവചിക്കുന്നത് പ്രവാചകനെ അല്ല ഞാനും നിങ്ങളും ഈ പകൽക്കാലം വിളിക്കുന്നത്. ഈ ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ വിളിക്കുന്ന ഒരു ദൈവത്തെ. എന്റെ ദൈവത്തിന് എല്ലാം ഉണ്ടായിട്ട് അതിന് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒന്നുമില്ലാത്തത് നിന്ന് കിളിർപ്പിക്കാൻ തയ്യാറാകുന്നവനായ എന്റെ ദൈവം. ഞാൻ ആദ്യം പറയാനായിട്ട് കാരണം, വെറും കുറ്റിയായി മാത്രം നിന്ന എന്റെ വ്യക്തി ജീവിതത്തെ എന്റെ ദൈവം ഒന്ന് തൊട്ടപ്പോൾ, ദൈവത്തിന്റെ വചനം സങ്കീർത്തനത്തിൽ പറയുന്നു, അത്യധികത്വം നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഈ ദൈവവചനം ജീവിതത്തിൽ നിന്ന് ഒഴുകുവാൻ ഭാഗ്യം ലഭിച്ചപ്പോൾ, ഇതൊന്ന് കരങ്ങളിൽ എടുക്കുവാൻ ദൈവം എന്റെ ജീവിതത്തെ തൊട്ടപ്പോൾ എനിക്കറിയാം, നീ ഇന്ന് കുറ്റിയല്ല, ഞാൻ ഇന്ന് കുറ്റിയല്ല. എന്നെ കുളിപ്പിച്ച് 1.5 വർഷത്തോളം എന്റെ കർത്താവിനെ കൊണ്ടു നടക്കുകയാണ്. കുറ്റിയായി നിൽക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ തലയിൽ കൈവച്ച് ആരും പ്രവചിക്കേണ്ട. നീ ദൈവസന്നിധിയിൽ ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറായാൽ, ദൈവസന്നിധിയിൽ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവേ എന്റെ ജീവിതത്തിൽ എവിടെയാ വ്യതിയാനം വരുത്തേണ്ടത്, എന്റെ ജീവിതത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരാൻ തയ്യാറായാൽ, നിന്റെ ഏത് ജീവിത പ്രശ്നമാണോ, ഏത് വഴികളാണോ ദൈവം അടച്ചിരിക്കുന്നത്, അതിനെ നോക്കി ഒരു പ്രവാചകനും പ്രവചിക്കേണ്ട. എനിക്ക് തന്നെ പ്രവചിക്കാൻ കഴിയും. ഈ കുറ്റിയിൽ നിന്ന് കൂടെ പൊട്ടിപ്പുറപ്പെടും. അതിൽ നിന്ന് തന്റെ തമ്പുരാൻ ഉളവാക്കുവാനായിട്ട് മലങ്കര കത്തോലിക്ക സഭയില് DM എന്നറിയപ്പെടുന്ന സന്യാസിനി സമൂഹത്തില് 8 വർഷം ഒരു കന്യാസിയായി ജീവിക്കുവാൻ എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്ന് ഞാനങ്ങ് പറയുന്നു. ഞാൻ തെരഞ്ഞെടുത്ത് ഈ ഒരു ജീവിതത്തിലേക്ക് കടന്നു പോയതാ. എനിക്കറിയാം ഇന്ന് ദൈവം എന്നെ തെരഞ്ഞെടുക്കുവാനായിട്ട് മനസ്സിലായി. ഞാൻ തെരഞ്ഞെടുത്ത് സന്യാസ ജീവിതത്തിലേക്ക് പോയപ്പോഴ് ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരുന്നു. ദൈവം തെരഞ്ഞെടുക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്കൊക്കെ അതാത് സമയങ്ങളിൽ ലഭിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ വീട് പത്തനംതിട്ട ജില്ലയില് കോന്നി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. ഞാൻ 1999 തിരുവനന്തപുരത്തുള്ള സന്യാസ സഭയിലേക്ക് കടന്നു പോകുന്നത്. ഞങ്ങളുടെ വീട്ടിൽ 4 മക്കളാണ് ഉള്ളത്. പണ്ടത്തെ കാലത്തെ നമ്മുടെ ഒരു ചിന്ത പോലെ വീട്ടിൽ മക്കൾ ഒത്തിരി ഉള്ളത് കൊണ്ട് നേർച്ച നേർന്നൊന്നും സന്യാസത്തിൽ എന്നെ വിട്ടതല്ല. കുഞ്ഞിനാൾ മുതൽ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് വേണ്ടി മരിച്ച എന്റെ യേശുവിന് വേണ്ടി എന്തെങ്കിലും എനിക്കൊന്ന് ചെയ്യണം.
ഞങ്ങളെ സംബന്ധിച്ച് ഒറ്റ വഴിയേ ഉള്ളൂ, ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കന്യാസ്ത്രീയായി തീരുക. അങ്ങനെ ഞാൻ വിചാരിച്ചു, നല്ലൊരു ജീവിതം വേറെ ആർക്കും കൊടുക്കാതെ ഇത് പൂർണ്ണമായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണ് ഞാൻ 99 സന്യാസ ഭവനത്തിലേക്ക് കടന്നുപോയി. ഞങ്ങൾക്ക് അവിടെ 4 വർഷക്കാലം പഠിക്കണം. ഒരു സിസ്റ്റർ ആവണമെങ്കിൽ 4 വർഷക്കാലം പഠിച്ച് ഒരു സിസ്റ്റർ ആകാൻ എന്നെ കൊള്ളാം എന്നവർക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ 4ാമത്തെ വർഷം ഞങ്ങൾ ഉടുപ്പ് തന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളെ ഒരു സിസ്റ്റർ ആക്കത്തുള്ളൂ. 4 വർഷക്കാലം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ബാച്ചില് 35 പേര് സിസ്റ്റർ ആവാൻ വന്നു. 12 പേരെ സിസ്റ്റർ ആയുള്ളൂ. ബാക്കി എല്ലാവരും തിരിച്ചു പോകുവാനായിട്ടിടയായി. അത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അത്ര എളുപ്പമുള്ള ജീവിതം ഒന്നുമല്ല സന്യസ്ത ജീവിതം എന്ന് പറയുന്നത്. ഒത്തിരി ഭാരങ്ങളും ഒത്തിരി പ്രയാസങ്ങളും ഒത്തിരി നിന്ദകളും ഒത്തിരി ബുദ്ധിമുട്ടുകളും ഒത്തിരി അടക്കങ്ങളും ഒക്കെ പാലിച്ചു ജീവിക്കേണ്ട ഒരു ജീവിതമാണ്. പക്ഷേ അവിടെയൊക്കെയും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ വ്യാപരിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചത് കൊണ്ട് ഞാൻ പറയും, കർത്താവെ എത്ര കഷ്ടമാണെങ്കിലും വേണ്ടില്ല, ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ചു കഴിഞ്ഞാലും ഉടുപ്പിട്ട് കഴിയുമ്പോൾ എന്റെ കർത്താവിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ. ഞാൻ വേറെ ഒന്നുമല്ല ഉദ്ദേശിച്ചത്. എന്റെ നിഷ്കളങ്ക ആഗ്രഹം ഒന്നേ ഉള്ളൂ, കർത്താവിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അങ്ങനെ 4 വർഷം പഠിച്ചു. നിങ്ങളൊക്കെ വിചാരിക്കും, ഞങ്ങളെ എന്നതാ അവിടെ പഠിപ്പിക്കുന്നേ, കത്തോലിക്കരെ ബൈബിള് പഠിപ്പിക്കത്തില്ലേ, പിന്നെ എന്തോ ഇവർ അത്ര അന്ധമായത് ചെയ്യുന്നേ എന്ന്. ഞങ്ങളുടെ കയ്യിൽ വലിയൊരു ബൈബിള് തന്നിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സത്യവേദ പുസ്തകത്തിൽ 66 പുസ്തകമേ ഉള്ളൂ എങ്കിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ബൈബിളിൽ 72 പുസ്തകമുണ്ട്. ഇത്രയും വലിയ ബൈബിള് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിലും ഞങ്ങളിത് ദിവസവും രാവിലെയും വൈകുന്നേരം ഓരോ മണിക്കൂർ ധ്യാനിച്ച് വായിച്ച് ഞങ്ങൾ ധ്യാനിക്കാറുമുള്ള വ്യക്തികളാണ്. പക്ഷെ ഇതെന്താണെന്നോ ഇതിന്റെ മർമ്മം എന്താണെന്നോ വചനത്തിന്റെ സത്യം എന്താണെന്നോ ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് യേശുക്രിസ്തു സ്ഥാപിച്ച സഭ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയാണെന്നും ഞങ്ങളാണ് യഥാർത്ഥത്തിൽ സത്യക്രിസ്ത്യാനികളെന്നും ഇനി വേറൊരു വിശ്വാസവും വേറൊരു വഴിയും ഞങ്ങൾക്കില്ല, എല്ലാവരെയും അനുകരിച്ച് എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരെയും ഉൾക്കൊണ്ടു പോകുന്നതാണ് യഥാർത്ഥ സന്തോഷവും യഥാർത്ഥ സഭയെന്ന് വിശ്വസിച്ച് മാതാവിനെ കളയാതെ വിശുദ്ധരെ കളയാതെ സ്ലീഹന്മാരെ കളയാതെ സഭ പറയുന്നതാണ് ശരിയെന്ന് വിചാരിച്ച് ഞങ്ങൾ ആത്മാർത്ഥമായി അറിഞ്ഞ യാഥാർത്ഥ്യത്തിന് വേണ്ടി ഞങ്ങൾ ജീവിക്കുമായിരുന്നു. അപ്പൊ ഇതാണ് ഞങ്ങളെ ഈ 4 വർഷക്കാലം അവിടെ പഠിപ്പിക്കുന്നത്. ഈ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നതിനേക്കാൾ ഒരു കന്യാസ്ത്രീ അനുഷ്ഠിക്കേണ്ട 3 വ്രതങ്ങളുണ്ട്. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്ന് പറയും. ഈ 3 വ്രതം നമ്മൾ പാലിക്കാൻ കടപ്പെട്ടവരാ. ഈ വചനം തെറ്റിച്ചാലും കുഴപ്പമില്ല, ഈ 3 വ്രതങ്ങൾ ഞങ്ങൾക്ക് തെറ്റിക്കാൻ പാടില്ല. വചനം തെറ്റിച്ചാലും കുഴപ്പമില്ല, ഈ വ്രതം തെറ്റിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്യാസത്തിൽ നിൽക്കാൻ പറ്റത്തില്ല, ഞങ്ങളെ അവർ പറഞ്ഞു വിടുവാനിടയാകും. അതുകൊണ്ട് ഈ വചനത്തെക്കാൾ ഈ എഴുതി വെച്ച 3 അല്ലെങ്കിൽ ഏറ്റെടുത്ത 3 വ്രതങ്ങൾ പാലിക്കാൻ ഞങ്ങൾ വെമ്പൽ കൊണ്ടിരുന്നു. അതിനെതിരായിട്ട് ഞങ്ങൾ യാതൊന്നും സംസാരിക്കുകയോ ഒരു കള്ളം പോലും പറയാതെ വിശ്വസ്തരായിട്ട് അവിടെ വ്യാപരിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ 4 വർഷക്കാലം പഠിച്ചു. ഞാൻ സിസ്റ്ററായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ കണ്ടിട്ടുള്ളത് കൊണ്ട് എന്റെ ജീവിതത്തിൽ സ്വസ്ഥത കർത്താവ് തന്നില്ല. ഞാൻ പറയും, കർത്താവെ അപ്പൻ വേണ്ട, അമ്മ വേണ്ട, സഹോദരങ്ങൾ വേണ്ട, ലോകത്തിലെ ഒന്നും വേണ്ട, നിന്നെ മാത്രം മതിയെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് എന്താ കർത്താവ് എനിക്ക് നിന്നെ അനുഭവിക്കാൻ സാധിക്കാത്തതെന്ന് എന്നും ദൈവസന്നിധി നിലവിളിയോടെ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ നിലവിളിയുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവിനെ എന്റെ സന്യാസ ഭവനത്തിൽ വെച്ച് തന്നെ കണ്ടുമുട്ടുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. കർത്താവ് ചോദിച്ചു, നീ ആരെ അനുഗമിക്കാനാ സന്യാസത്തിൽ വന്നത്? ഞാൻ പറഞ്ഞു, കർത്താവെ നിന്നെ അനുഗമിക്കാൻ, നിനക്ക് വേണ്ടി വേല ചെയ്യാൻ. എന്നോട് ചോദിച്ചു, ഈ ഒരു ജീവിതം ഞാൻ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇതെനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ജോലിയല്ല, ഒരു ജീവിതമല്ല, ഇവിടെ നിന്ന് നീ ഇറങ്ങി പുറപ്പെട്ടു പോകണം എന്ന് പറയാനായിട്ടിടയായി. നിങ്ങൾക്കറിയാം, 8 വർഷക്കാലം ഒരു സന്യാസ സഭയിൽ ജീവിച്ചിട്ട് ഇതല്ല എന്റെ ജീവിതം എന്ന് ഞാൻ എന്റെ അപ്പനോട് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, അമ്മയോട് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, കൂടെ താമസിക്കുന്ന സഹോദരിയോട് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അവരൊക്കെ പറയും, നിനക്ക് വട്ട, ഞങ്ങൾ ഇത്ര കാലം ഇതിനകത്ത് ജീവിച്ചില്ലേ, നിന്നിൽ സാത്താൻ ഇടപെടുവാൻ തുടങ്ങി എന്ന് പറഞ്ഞ് എന്നെ നിന്ദിക്കുവാൻ തുടങ്ങും. എന്നാലും ദൈവസന്നിധിയിൽ വെച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, കർത്താവെ എനിക്കൊരു വഴി ഒരുക്കണമേ. മാത്രമല്ല എന്റെ മമ്മിയുടെ സഹോദരന്റെ മോൻ ഒരു അച്ഛനുണ്ട്, മമ്മിയുടെ അനിയത്തിയുടെ മോൻ ഒരു കന്യാസ്ത്രീയും എന്റെ സഭയിലുണ്ട്, എനിക്ക് ഒരു തരത്തിലും ഇറങ്ങി വരാൻ പറ്റത്തില്ല. ഞാൻ ഒത്തിരി വിഷമിച്ച് ഭാരത്തോടെ ഇരിക്കുമ്പോൾ എന്റെ അധികാരി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അഞ്ജലി
നിന്റെ കഴിവും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, നിന്നെ ഒരു ടീച്ചർ ആക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് വേണ്ടി വാദിച്ചിട്ട് പറഞ്ഞു, ഞാൻ ടീച്ചർ ആവാനല്ലല്ലോ സന്യാസത്തിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ലോകത്തിൽ എന്റെ മാതാപിതാക്കൾ എന്നെ ഒരു അധ്യാപികയാക്കുമായിരുന്നു. ഞാൻ വന്ന് വേഷം കെട്ടിയത് എന്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാ. എനിക്കൊരാഗ്രഹമുണ്ട്, ഞാൻ വേഷം കെട്ടിയാൽ വേഷത്തിനൊത്തു ജീവിക്കണം. ഒരാത്മീയ ദൂതി പകൽക്കാലം ഞാൻ വിളിച്ചു പറയുക, സന്യാസ വേഷം കെട്ടിയാൽ ആ സന്യാസത്തിനൊത്തവണ്ണം ദൈവവേല ഞാൻ ചെയ്യണം. പെന്തക്കോസ്ത് വേഷം കെട്ടിയാൽ, ഈ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ, ഈ വചനത്തിന് വേണ്ടി നിങ്ങളെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങളുടെ ജീവിതം അതിനു വേണ്ടി ആടി തീർക്കുവാനായിട്ടിടയാകും. വെറും കോലം കെട്ടുന്നവരായി ഞാൻ നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കരുത്. സന്യാസത്തിന്റെ അന്ധതയിൽ ജീവിക്കുമ്പോൾ തന്നെ എന്റെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെട്ട് ഞാൻ പറഞ്ഞു, മദറേ ഞാനില്ല, ഞാൻ വന്നത് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാ, അതിനെന്നെ അയച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളുടെ അവിടെ സന്യാസത്തിലേക്ക് വരുന്ന കഴിവുകളുള്ള ചില സിസ്റ്റേഴ്സിനെ ഹോസ്പിറ്റലിലും ഇതുപോലെ ടീച്ചർ ആവാനും ഒക്കെ അവരെ കയറ്റി വെക്കും. കാരണം എല്ലാരെയും മാനേജ് ചെയ്തു പോകുവാൻ, മറ്റുള്ള മുമ്പിൽ നിൽക്കുവാൻ ഒരു തഞ്ചേടം ഉണ്ടെങ്കിൽ കഴിവുകൾ നോക്കി അവര് ഈ ഒരു പൊസിഷനിലേക്ക് അവരെ മാറ്റും. കഴിവില്ലാത്ത സിസ്റ്റേഴ്സിനെ ചില വീടുകളിലേക്ക് അവരെ സുവിശേഷ വേലക്കായിട്ട് അവർ മാറ്റി നിർത്തുവാനായിട്ട് ഇടയാകും. ഞാനിപ്പോഴേ ഓർക്കുക, എന്റെ ദൈവമേ, ദൈവസന്നിധിയിൽ വരുമ്പോൾ എന്റെ കർത്താവ് നമ്മെ ആരെയും കഴിവ് നോക്കി തെരഞ്ഞെടുക്കുന്നവനല്ല. നീ ഏത് അവസ്ഥയിലാണോ, നീ എത്ര പാപിയാണെങ്കിലും ആ യഥാർത്ഥ അവസ്ഥ അറിഞ്ഞ് ഓടിയെത്തി തോളിലെടുക്കുന്ന ഒരു തമ്പുരാന്റെ സന്നിധിയിലാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത്. ഞാൻ എന്റെ അധികാരി പറഞ്ഞത് ധിക്കരിക്കാൻ എനിക്ക് നിർവാഹമില്ല, പഠിക്കാൻ പോയേ പറ്റുകയുള്ളൂ. എന്നോട് പറഞ്ഞു, നീ പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. മാത്രമല്ല, നീ അനുസരണം എന്നൊരു വ്രതമെടുത്തും കടന്നു വന്നിരിക്കുന്നത്. ഞാൻ എന്റെ അധികാരി പറഞ്ഞത് ധിക്കരിക്കാൻ എനിക്ക് നിർവാഹമില്ല, പഠിക്കാൻ പോയേ പറ്റുകയുള്ളൂ. എന്നോട് പറഞ്ഞു, നീ പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. മാത്രമല്ല, നീ അനുസരണം എന്നൊരു വ്രതം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അധികാരിക്ക് കീഴ്പ്പെട്ടതാ. മാത്രമല്ല, അധികാരികളിലൂടെയാ ദൈവഹിതം വെളിപ്പെടുന്നത്, കൊച്ചതനുസരിച്ചാലും മതി എന്ന് പറഞ്ഞു. എനിക്ക് ധിക്കരിക്കാൻ നിർവാഹം ഉണ്ടായില്ല. ഞാൻ ഒത്തിരി ഭാരത്തോടു കൂടി ഒത്തിരി ഞാൻ കരഞ്ഞ് ഞാൻ ഈ TTC കോഴ്സ് അറ്റൻഡ് ചെയ്യുവാനായിട്ട് പത്തനംതിട്ട ജില്ലയിൽ കടന്നു വന്നു. എനിക്ക് ഒരു കാര്യം വളരെ വ്യക്തമാ, ഒന്നും അറിയത്തില്ലെങ്കിലും അന്ന് ഞാൻ ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നാശത്തിനുള്ളതല്ല മറിച്ച് ക്ഷേമത്തിനുള്ളതാണെന്ന് വചനത്തിൽ ഉണ്ടെങ്കിൽ ഈ തിന്മയിൽ നിന്ന് നന്മ ഉളവാക്കുവാൻ എന്നെ വിളിച്ചിറക്കേണ്ട ദൈവത്തിന് കഴിയും. ചില കഷ്ടതയിലൂടെയും ചില പ്രയാസങ്ങളിലൂടെയും ചില കാരാഗൃഹങ്ങളിലും ചില ഗുഹകളിലും ചില പൊട്ടക്കിണറ്റിലും ദൈവം നമ്മെ തള്ളിയിടുമ്പോൾ ഞാനും നിങ്ങളും നോക്കി ചോദിക്കും, കർത്താവേ, നീ വിളിച്ചിറക്കിയിട്ട് നീ ഒരുക്കുന്ന നന്മയുടെ പദ്ധതി ഇങ്ങനെയുള്ളതാണോ? ആമേൻ. എന്നാൽ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ വ്യാപരിക്കുന്ന ക്രൂശിതനെ കണ്ടിറങ്ങിയ ഒരു ദൈവ പൈതൽ പറയും, കർത്താവേ, ഇപ്പൊ ഇത് തിന്മയാണെങ്കിലും, ഇപ്പൊ ഇത് പൊട്ടക്കിണറാണെങ്കിലും, ഇപ്പൊ ഇത് കാരാഗ്രഹമാണെങ്കിലും, തിന്മയിൽ നിന്ന് പോലും നന്മയുളവാക്കുന്ന ദൈവം ഈ തിന്മയിൽ നിന്ന് നന്മയുളവാക്കുവാൻ ഒരു സ്വർഗം എന്റെ സന്നിധിയിലുണ്ട്. അവനെ വിടുവിക്കുമെന്ന് എനിക്കറിയാം. ഇന്ന് എനിക്കത് വളരെ വ്യക്തമാണ്. ഞാൻ അങ്ങനെ പഠിക്കുവാനായിട്ട് മൈലപ്രായിൽ കടന്നു വന്നു. 2 വർഷക്കാലം പഠിച്ച് ഞാൻ അവിടെ നിന്ന് തിരിച്ച് കണ്ണൂരിൽ പോകുവാനായിട്ട് ഇടയായി. കണ്ണൂരിൽ ചെന്നിട്ടും എന്റെ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് സ്വസ്ഥത തന്നില്ല. ഇറങ്ങിപ്പോകണം എന്ന് എന്റെ മനസ്സിലെ പ്രകാരം ചിന്തിക്കുവാനിടയായി. ഞാൻ എന്തു വന്നാലും വേണ്ടില്ല, ഇവിടെ നിന്ന് എനിക്ക് ഇറങ്ങിപ്പോകണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ 2006 ഒക്ടോബർ മാസം 9-ാം തീയതി എന്റെ സന്യസ്ത ജീവിതത്തിന് അവസാനം കുറിച്ച് ഞാൻ ഇറങ്ങി വരുവാനായിട്ടിടയായി. നിങ്ങളൊക്കെ വിചാരിക്കും അതിനകത്ത് നിന്ന് സകല സത്യങ്ങളും അറിഞ്ഞ ഞാനൊരു പെന്തക്കോസ്തുകാരി ആവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണെന്ന്. ഒരിക്കലും ഒരു യാഥാർത്ഥ്യം അറിഞ്ഞോ, ഒരു സത്യം അറിഞ്ഞോ, ഒരു പെന്തക്കോസ്തുകാരി ആവാൻ വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചതല്ല. ആ ബന്ധനത്തിൽ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെട്ട് കത്തോലിക്ക സഭയിൽ തന്നെ വന്നു നിന്ന് എന്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണ് ഞാൻ ഇറങ്ങി വന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ പിതാവിനെ ആകർഷിക്കപ്പെടാത്ത ആർക്കും അവന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ സാധ്യമല്ല. നീ എത്ര പുണ്യപ്രവർത്തി ചെയ്താലും, നീ എത്ര ത്യാഗപ്രവർത്തി ചെയ്താലും, നീ ദിവസവും പോയി കുർബാന കണ്ടാലും, നീ എന്തൊക്കെ നന്മ പ്രവർത്തി, എത്ര ബാലമന്ദിരങ്ങളും എന്തൊക്കെ നടത്തിയെന്ന് പറഞ്ഞാലും പിതാവ് ആകർഷിച്ചാലല്ലാതെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ആർക്കും സാധ്യമല്ല എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നു. ഞാൻ ഇറങ്ങി വന്ന് പത്തനംതിട്ട ജില്ലയിൽ നിന്നതിന് ശേഷമാണ് എന്റെ കോൺവെന്റിലോട്ട് പറയുവാനായിട്ടിടയായത്. അവിടെ നിന്ന് പറഞ്ഞാൽ അവരാരും എന്നെ വിടത്തില്ല. കാരണം 12 പേരിലെ ലീഡറും ജൂനിയേഴ്സിന്റെ 10, 400, 500 സിസ്റ്റേഴ്സ് ഉള്ളതിന്റെ വലിയ ലീഡറും ഒക്കെയായി ഞാൻ ഇതുപോലെ ഇറങ്ങി വരുവാണെന്ന് പറയുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. വീണ്ടും ഞങ്ങളെ ഇങ്ങനെ ഇറങ്ങി വരുവാൻ ആഗ്രഹം കാണിച്ചത് കൊണ്ട് ഒരു 40 days പ്രയറിനൊക്കെ കൊണ്ടുപോയി ഒരു
കോൺവെന്റിൽ ഇപ്രകാരം അടച്ചിടുവാനിടയാകും. പിന്നെ ഞങ്ങൾക്ക് പുറം ലോകം പോലും കാണുവാൻ നിർവാഹം ഉണ്ടാവില്ല. ഞങ്ങള് വെളിയിൽ വന്നാൽ തന്നെ ആരെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിൽ അവര് വിടും, ഒറ്റയ്ക്കെങ്ങും വിടത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നല്ല ബുദ്ധി പറഞ്ഞു തന്നു, അത് അവിടെ പറയരുതെന്ന്. അത് കാരണം ഞാൻ ഇറങ്ങി വന്നതിന് ശേഷം കോൺവെന്റ് വിളിച്ച് പറയാനിടയായി. ഞാൻ വിളിച്ചപ്പോഴേ അവരുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണു. അവർക്ക് ഒത്തിരി വിഷമമായി. അവർ പറഞ്ഞു, തിരിച്ചു വരണം അഞ്ജലി, നീ പോവരുത്, എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മദറെ അഞ്ജലി, ഇറങ്ങിയത് ഇറങ്ങി, ഇനി ഞാൻ തിരിച്ചു വരത്തില്ല. എനിക്ക് അവിടെ നിന്നാൽ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, കർത്താവെ ഇനി ഞാൻ എവിടെ പോകുമെന്ന്. ഇറങ്ങി വരുന്ന സമയം വരെ ഞാൻ ചിന്തിച്ചില്ല ഞാൻ എവിടെ പോകുമെന്ന്. ഇറങ്ങി വന്നതിന് ശേഷമാണ് ഞാൻ ചിന്തിക്കാനിടയായത്. എനിക്ക് ഒരു കാര്യം അറിയാം, നീ അധികമൊന്നും ചിന്തിക്കരുത്. ചിന്തിക്കേണ്ടത് ദൈവാത്മാവ് നിന്നെ കൊണ്ട് ചിന്തിപ്പിക്കും, ചിന്തിപ്പിക്കേണ്ട സമയത്ത്. എനിക്കറിയാം, അതിന് മുമ്പേ ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇറങ്ങി വരത്തില്ലായിരുന്നു. ഇറങ്ങി വന്നതിന് ശേഷം ചിന്തിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്റെ മുന്നിലെ സകല വഴികളും ദൈവം അടയ്ക്കുവാനായിട്ടിടയായി. എന്റെ മമ്മി മരിച്ചുപോയി, എന്റെ പപ്പ നാട്ടിലില്ല, എനിക്ക് ഒരു സിസ്റ്റർ ഉള്ളത് നാട്ടിലില്ല, എന്റെ ബ്രദേഴ്സും നാട്ടിലില്ല, എന്റെ വീട് പൂട്ടിയിട്ടിരിക്കുക, സ്വന്തം ഭവനം എന്റെ മുമ്പിൽ അടച്ചു. ഞാൻ എന്റെ കസിന്റെ വീട്ടിൽ കടന്നു ചെല്ലുകയാണെങ്കിൽ 2 ദിവസം കൂടിപ്പോയാൽ 3 ദിവസമേ ഞങ്ങൾക്ക് ഒരു വീട്ടിൽ വന്നാൽ താമസിക്കാൻ പെർമിഷൻ ഉള്ളൂ. 3 ദിവസം കഴിയുമ്പോൾ എന്റെ കസിൻസ് ചോദിക്കും, എന്താ അഞ്ജലി നീ തിരിച്ചു പോകുന്നില്ലേ എന്ന് ചോദിക്കും. ഞാൻ തിരിച്ചു പോകാൻ വന്ന ആളല്ലാത്തത് കൊണ്ട് എനിക്ക് എന്റെ മറ്റുള്ളവരുടെ വീട്ടിൽ പോലും കയറി ചെല്ലുവാൻ ഒരു സ്വാതന്ത്ര്യം തോന്നിയില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, സന്യസ്ത ജീവിതത്തിൽ എനിക്ക് ഒന്നിനും കുറവില്ലായിരുന്നു. കാരണം വസ്ത്രത്തിന് വസ്ത്രമുണ്ട്, ഭക്ഷണത്തിന് ഭക്ഷണമുണ്ട്, സ്നേഹിക്കാൻ സിസ്റ്റേഴ്സ് ഉണ്ട്, എന്തൊക്കെ സ്ഥാനമാനം വേണം എല്ലാം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ 26-ാമത്തെ വയസ്സിൽ ഉച്ചിഷ്ടം പോലെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ വിശാലമായി നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായി ഇറങ്ങി വന്നത്. ഞാൻ ഇറങ്ങി വന്നതുമല്ല, നീ എന്നെ പിടിച്ചിറക്കിയത് ആത്മധൈര്യം തന്ന് എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഈ സമയം കാണിച്ചു തരണമേ എന്ന് ദൈവസന്നിധി നിലവിളിക്കാൻ തുടങ്ങി. എനിക്ക് തീർച്ചയായിട്ടും അന്നേ വരെ ഒരു കരുതുന്ന ദൈവത്തെയോ ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവത്തെയോ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ സകല വഴികളും എന്റെ മുമ്പിൽ ദൈവം അടച്ചപ്പോൾ ഞാൻ നോക്കേണ്ടവരിലേക്ക് കണ്ണുകൾ ഉയർത്തുവാനായിട്ടിടയായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ ലോകം പല വഴികളും അടയ്ക്കും. പ്രത്യേകിച്ച് ഈ സുവിശേഷത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ, ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ അന്ന് വരെ കൈനീട്ടി നിൽക്കുന്ന വ്യക്തി ജീവിതം പോലും മുമ്പിൽ കൈകൊട്ടി മാറുമ്പോൾ എന്റെ കർത്താവ് പറയുക, ലോകമല്ല അടച്ചത്, ഞാനാ അത് അടച്ചത്. എന്തിനാണെന്ന് അറിയാമോ? സ്വർഗത്തിനൊരു വഴി എനിക്ക് വേണ്ടി തുറന്നു തരാൻ. ഹല്ലേലൂയ. എന്റെ സകല വഴികളും ദൈവം അടച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഞാൻ പറയും, ഏതെങ്കിലും ഒരു വഴി തുറന്നിരുന്നെങ്കിൽ ഞാൻ ആ വഴി പോയി ഇന്ന് എനിക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ സാധ്യമല്ലായിരുന്നേനെ. പക്ഷെ എന്റെ മുന്നിൽ മുഴുവൻ വഴികളും കർത്താവ് അടച്ചത് കൊണ്ട് തോക്കേണ്ടവരിലേക്ക് നോക്കുവാനും ആ സ്വർഗീയ വഴിയെ ചരിക്കുവാനും കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. എന്റെ കർത്താവ്, ഞാൻ അപ്രകാരം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കർത്താവ് ഒരു പെന്തക്കോസ്തുകാരുടെ ഭവനം കാണിച്ചു തരുവാനായിട്ടിടയായി. പറയും, ഞാൻ TTCക്ക് പഠിക്കുവാനായിട്ട് എന്റെ അധികാരി എന്നെ അയച്ചപ്പോൾ എന്റെ സീനിയർ ആയിട്ട് പഠിക്കുന്ന ഒരു സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. അവളുടെ കസിനായി പെന്തക്കോസ്തുകാരൻ. ഒരിക്കലും ഒരു അവധി വന്നപ്പോൾ ഇവരുടെ വീട്ടിലൊന്ന് പോയിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ ഇവരുമായിട്ട് യാതൊരു ബന്ധവും ഞങ്ങൾക്കില്ല. പക്ഷെ ഇറങ്ങി വന്ന് ഞാൻ എവിടെ പോകും കർത്താവേ എന്ന് ചോദിച്ചപ്പോഴാ എന്റെ ദൈവം ഈ പെന്തക്കോസ്തുകാരുടെ വീട് എനിക്ക് കാണിച്ചു തന്നിട്ട് പറയുക, നീ കുറെ നാളത്തേക്ക് ആ വീട്ടിലാ താമസിക്കേണ്ടത് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ കർത്താവേ, ഒരു ഹിന്ദുവിന്റെ വീട്ടിലാണെങ്കിലും ഞാൻ പോവാം, പെന്തക്കോസ്തുകാരുടെ വീട്ടിൽ എന്നെ വിടല്ലേ. എനിക്ക് അവരുമായിട്ട് യാതൊരു മമതയും ഇല്ല, എനിക്ക് അവരുടെ കൂട്ടത്തിൽ കൂടുകയും വേണ്ട. അവിടെ ചെന്നാൽ എന്റെ മാതാവില്ലാതാകും, എന്റെ വിശുദ്ധരില്ലാതാകും, അതുകൊണ്ട് ഞാൻ പോകത്തില്ല കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ എന്റെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുക, വിളിച്ചിറക്കിയത് ഞാനാണെങ്കിൽ ആക്കേണ്ട ഭവനവും എനിക്കറിയാം. എന്നെ പഠിപ്പിക്കാൻ വരണ്ട, കർത്താവാണോ വിളിച്ചിറക്കിയത്? അവൻ കരുതുന്ന ദൈവമാ, അവൻ വഴി തുറക്കുന്ന ദൈവമാ. അവൻ റോഡിൽ നിർത്തി എന്നെ നിങ്ങളെ നാണം കെടുത്തത്തില്ല. അവൻ തുറക്കേണ്ട വഴി തുറന്നു തരും. അവനെ അനുസരിക്കാൻ തയ്യാറായ, ഈ വചനത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറായ ദൈവം ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമെന്ന് ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയും. ഞാൻ പറഞ്ഞു, കർത്താവ് ഞാൻ പറയും, കർത്താവ് ഞാൻ എങ്ങനെ ഒഴിയാൻ നോക്കി, എങ്ങനെ പോകും, എനിക്ക് വഴി അറിയത്തില്ല, നമ്പർ അറിയത്തില്ല, എങ്ങനെ അവരെ വിളിക്കും? എന്റെ ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ ഉള്ള അവസ്ഥ തുറന്നു പറഞ്ഞപ്പോൾ എന്റെ ദൈവത്തിന്റെ ആത്മാവ് ആ വീട്ടിൽ നമ്പർ പോലും എഴുതി എന്നെ കാണിക്കുവാനായിട്ടിടയായി. ഞാൻ ആ നമ്പർ വിളിച്ചു, കൃത്യം ആ വീട്ടിൽ കിട്ടി. ആന്റി ചോദിച്ചു, അഞ്ജലിയോ, നിന്നെ കുറിച്ച് 2 വർഷം മുമ്പ് എങ്ങാണ്ട് കേട്ടിട്ടേ ഉള്ളൂ, നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു, നീ സന്യാസത്തിൽ സ്വസ്ഥ
സ്വസ്ഥതയോടെ ഇരിക്കാനായിരിക്കും ഇവര് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു, ആന്റി അഞ്ജലി ഇറങ്ങി വന്ന് പത്തനംതിട്ടയിൽ നിൽക്കുകയാ, എനിക്കൊരു ജോലി കിട്ടും, ജോലി കിട്ടുന്ന വരെ ഞാൻ ആ വീട്ടിലൊന്ന് താമസിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മോളെ നീ എന്തിനാ ഭാരപ്പെടുന്നേ, നീ ഇങ്ങു പോരെ എന്ന് പറഞ്ഞു. ആ ചക്ര വർത്തമാനം, അതായത് ബന്ധക്കോസുകാരുടെ ഈ നല്ല വർത്തമാനം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇന്ന് എന്നെ കിട്ടിയ നാളെ പിടിച്ച് എന്നെ ഒരു ബന്ധക്കോസുകാരിയാണ്. ഞാൻ പെട്ടെന്ന് ആന്റിയുടെ ഫോണിൽ കൂടെ ഞാൻ പറഞ്ഞു, ആന്റി ഒരു ബന്ധക്കോസുകാരിയാക്കാനാണെങ്കിൽ ഞാൻ വരത്തില്ല, എനിക്കൊരു ജോലി കിട്ടും, ജോലി കിട്ടുന്നത് വരെ ഞാൻ വീട്ടിലൊന്ന് താമസിച്ചോളാം, ജോലി കിട്ടി പണം കിട്ടി കഴിയുമ്പോൾ അതിന്റെ പൈസയും ഏൽപ്പിച്ചിട്ട് ഞാൻ എങ്ങോട്ടേലും പൊക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ആ ദൈവദാസനോട് ഒരു കാര്യം പറഞ്ഞു, മോളെ നീ എന്തിനാ അങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്നേ, ദൈവം നിന്റെ അടുത്ത് സംസാരിക്കും. ഞങ്ങളെ വിളിച്ചിറക്കി ഞങ്ങളോട് സംസാരിച്ചൊരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ നിന്നെ 26-ാമത്തെ വയസ്സിൽ വിളിച്ചിറക്കിയ കർത്താവ് നിന്നോട് പിന്നെ സംസാരിക്കാൻ വിശ്വസ്തന, അത് കേൾക്കണമെങ്കിൽ നീ കടന്നു വന്നാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് ആ സഹോദരി പറഞ്ഞ വാക്ക് എന്റെ ഹൃദയത്തെ തൊടാനിടയായി. ഞാൻ പഠിപ്പിക്കാമെന്നല്ല പറഞ്ഞത്, ഞാൻ പാസ്റ്ററിനോട് പഠിപ്പിക്കാമെന്നല്ല പറഞ്ഞത്, എന്റെ ദൈവം സംസാരിക്കുന്നത് കേൾക്കാനുള്ള ആഗ്രഹത്തോടെ ആ ഭവനത്തിൽ കടന്നു വന്ന നിമിഷം മുതൽ നമുക്കറിയാം, ഒരു പെന്തക്കോസ്തുകാരുടെ വീട്ടില് ഒരു കന്യാസി വന്നാൽ എന്തായിരിക്കും സ്ഥിതി. ആ ചർച്ചിൽ എത്ര പാസ്റ്റർമാരുണ്ടോ, ആ നാട്ടിൽ എത്ര പാസ്റ്റർമാരുണ്ടോ, ആ ദേശത്ത് എത്രമാത്രം പാസ്റ്റർമാരുണ്ടോ, മുഴുവൻ പേരും അവിടെ കയറി വരാൻ തുടങ്ങി. എനിക്കതോളം ദേഷ്യവും ഒന്നുമില്ല. ഇവരെ കയറി വരുമ്പോൾ ഞങ്ങൾ ഈ കഴുത്തേലും കാതേലും ഒന്നും ഇടാത്തത് കൊണ്ട് ഞങ്ങളുടെ സന്യാസ വേഷം മാറ്റി നിങ്ങളെ പോലെ ഒരു മനുഷ്യ വേഷം ധരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കണ്ടാൽ അസിൽ ഒരു ബന്ധക്കോസുകാരിയെ പോലെ ഇരിക്കും. കയറി വരുന്ന പാസ്റ്റേഴ്സ് വിചാരിച്ചു ഇത് സകല സത്യങ്ങളും അറിഞ്ഞ് നാളെ സ്നാനമെങ്കിൽ തന്നോടാന്ന് പറഞ്ഞു വന്ന പാർട്ടിയാണ്. എല്ലാ കാര്യങ്ങളും സംസാരിച്ച് മാതാവിനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, പാസ്റ്റേ എന്തോ വേണമെങ്കിലും പറഞ്ഞോ, എന്റെ മാതാവിനെ കയറി തുടരുത്. ഞാനത് പറയാൻ കാരണം 8 വർഷക്കാലം യേശുവിന്റെ മകളേക്കാൾ മേരി മക്കൾ സമൂഹം എന്നറിയപ്പെടുന്ന ഒരു സമൂഹത്തിലെ അംഗമായിട്ട്, എന്തു പറഞ്ഞാൽ മാതാവിന്റെ സ്വന്തം മകളെന്ന പേരിലാണ് 8 വർഷം ഞാൻ ജീവിച്ചേ. അപ്പൊ എന്റെ മാതാവിനെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ എനിക്ക് വിഷമം വരുമോ? ഞാൻ അങ്ങനെ പറഞ്ഞ അവിടെ നിർത്തുമ്പോഴേ ഒരു കന്യാസിയുടെ കെട്ടു പൊട്ടിക്കേണ്ടത് എവിടെയാണെന്ന് എന്റെ സ്വർഗത്തിനറിയാം. ഇടപെടുന്ന ആത്മാവ് ദൈവദാസിൽ ഇടപെട്ടിട്ട് പറഞ്ഞു, സിസ്റ്ററെ 10 കൽപ്പന അറിയാവോ? ഞാൻ ചോദിച്ചു, എന്തുവാ പാസ്റ്റർ ഈ കാര്യം ചോദിക്കുന്നത്, ഞാനൊരു കന്യാസിയാന്നറിയാവോ? എനിക്കറിയാം എന്ന് പറഞ്ഞു. പറ്റത്തില്ല സിസ്റ്റർ, തുറന്നൊന്ന് വായിക്കണം, സിസ്റ്ററെ കത്തോലിക്ക ബൈബിൾ ഇരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ പാസ്റ്റർ ഒന്ന് വായിക്കാൻ പറഞ്ഞപ്പോ വേണമെങ്കിൽ ഞാൻ കാണാതെ പറഞ്ഞ് കേൾപ്പിക്കാൻ 10 കൽപ്പന, പക്ഷെ ഇത് ബൈബിളിൽ ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഈ 10 കൽപ്പന വായിക്കാൻ ഉൽപ്പത്തി തുറക്കണോ, പുറപ്പാട് തുറക്കണോ, വെളിപ്പാട് തുറക്കണോ എന്ന് എനിക്കറിയത്തില്ല. ഉൽപ്പത്തി തുറന്നാൽ അവിടെ അല്ലെങ്കിൽ എനിക്ക് നാണക്കേട്, വെളിപ്പാട് തുറന്നാൽ അവിടെ അല്ലെങ്കിൽ എനിക്ക് നാണക്കേട്. ഞാൻ നോക്കുമ്പോ ഞങ്ങളുടെയൊക്കെ ലെവലില് 2000 വർഷം പഴക്കം പാരമ്പര്യമുള്ള കത്തോലിക്ക സഭയിലെ കന്യാസ്ത്രീയാ ഞാൻ. പാസ്റ്റർമാരെ നോക്കുകയാണെങ്കിൽ പറയും, ഇന്നലെ ഏതോ കുരുത്ത ഏതോ സഭയിലെ ഒരു ദൈവദാസൻ, ആ മനുഷ്യന് മുമ്പിൽ ഞാൻ കുറയുമോ? എല്ലാം അറിയാവുന്ന വലിയ ആളായിട്ട് നിൽക്കുന്ന എന്നെ കർത്താവ് ഒരു പാഠം പഠിപ്പിച്ചു. നീ ദൈവസന്നിധി നിന്നെ അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ മനുഷ്യന്റെ മുമ്പിൽ നിന്നെ കർത്താവ് നാറ്റിക്കും, മനുഷ്യന്റെ മുമ്പിൽ നിന്നെ സീറോയാക്കി കാണിക്കും. അതിനേക്കാൾ നല്ലത് ദൈവ മുമ്പിൽ നീ സീറോയാണെന്ന് അംഗീകരിച്ചു താഴ്ത്തി ഏൽപ്പിച്ച എന്റെ ദൈവം തക്ക സമയത്ത് എന്നെ നിങ്ങളെ ഉയർത്തുവാനായിട്ടിടയാണ്. പെട്ടെന്ന് പറഞ്ഞു, ഞാനിത് വായിക്കാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ദൈവദാസിന് മനസ്സിലായി വേഷം ഇട്ടിട്ടേ ഉള്ളൂ, ഒന്നും അറിയത്തില്ലെന്ന്. അയാൾ മനസ്സിൽ വിചാരിക്കുക മാത്രമല്ല തുറന്നു പറഞ്ഞു, ഞങ്ങൾക്കറിയാം സിസ്റ്റർ, നിങ്ങളൊക്കെ വേഷം ഇട്ടിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലെന്ന്. സിസ്റ്റർ പുറപ്പാടിന്റെ പുസ്തകം തുറന്ന് 3-ാം അധ്യായം വായിക്കുവാനായിട്ട് പറഞ്ഞു. എന്റെ മനസ്സിന്റെ അന്നേരം ആശ്വാസം, കർത്താവേ ഇത് വായിച്ചു കേൾപ്പിച്ചാലെങ്കിലും ഈ മനുഷ്യൻ പോയി തരുമല്ലോ, ഇനിയെങ്കിലും സ്വസ്ഥമായി ഇരിക്കാമല്ലോ. നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത വേണോ? നിനക്ക് സമാധാനം വേണോ? ദൈവ സന്നിധിയിൽ വേണ്ടും പോലെ ആവാതെ ദൈവം തമ്പുരാൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത തരത്തില്ല. ആമേൻ, ഹല്ലേലൂയ. പെട്ടെന്ന് വചനം പറഞ്ഞു, ഞാൻ എടുത്തു വായിക്കാൻ തുടങ്ങി. വായിച്ചു 20-ാം അധ്യായം 4-ാം വാക്യം കൊണ്ട് ഹൃദയത്തെ തൊടുവാനായിട്ടിടയായി. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമയോ വിഗ്രഹങ്ങളോ ഉണ്ടാക്കരുത്, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. ഈ കൽപ്പന വായിച്ചപ്പോഴ് എന്റെ ജീവിതത്തിൽ എന്തെന്നറിയത്തില്ല, എനിക്ക് എന്തോ ഒരു തെറ്റ് പറ്റി പോലെ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ജീവിതത്തിൽ ഇടപെട്ടു. ഞാൻ പെട്ടത് കാണാതെ പഠിച്ചു വെച്ച 10 കൽപ്പന ചൊല്ലി നോക്കി, അതിനകത്ത് ഈ 2-ാമത്തെ കൽപ്പനയില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി, എവിടെയോ ഒരു തിരിമറി വരുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ സഭയില് ഈ 2-ാമത്തെ കൽപ്പന എടുത്തു മാറ്റിയിട്ട് 10-ാമത്തെ കൽപ്പനയായ അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് എന്നുള്ള ഒരു
പാസ്റ്ററുമല്ല മനസ്സിലാക്കി തന്നത്, ഇന്നും ജീവിക്കുന്ന പരിശുദ്ധാത്മാവ്, എന്നെയും നിങ്ങളുടെയും ജീവിതത്തിൽ രൂപാന്തരം വരുത്തുന്ന പരിശുദ്ധാത്മാവ് ഈ തെറ്റ് അംഗീകരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്തു. ജീവിതത്തിൽ പലരും ഈ തെറ്റൊന്ന് അംഗീകരിക്കാൻ തയ്യാറായ ദൈവജീവിതത്തിൽ അനേക വിഷയങ്ങൾക്ക് വിടുതൽ നൽകുവാനായിട്ട് കഴിയും. ഇത് മനസ്സിലാക്കിയിട്ട് ഞാൻ ദേവദാസിനോട് പറഞ്ഞു, ദേവദാസ അങ്ങ് പൊയ്ക്കോ, ഇവിടുത്തെ ദേവദാസി പറഞ്ഞത് ദൈവം സംസാരിക്കുമെന്ന, ഇത് ദൈവമക്കളോട് മാത്രമേ ഉള്ളോ അതോ എന്നോടും സംസാരിക്കുമോ എന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞ് ദൈവസന്നിധി ഞാൻ എന്നെ കൊണ്ട് താഴ്ത്തി ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, പൊന്നപ്പച്ചനെ, ഒരു ക്രിസ്ത്യാനി അടിസ്ഥാനമായി അറിയേണ്ട 10 കൽപ്പനയില് ഈ തിരുമറി വരുത്താമെങ്കിൽ പിന്നെ എന്തെല്ലാം കാര്യങ്ങളില്ല ഇനി കത്തോലിക്ക സഭ അട്ടിമറി വരുത്താതിരിക്കുന്നത്. കർത്താവേ, ഒരു സത്യമുണ്ടെങ്കിൽ നീ എന്നെ പഠിപ്പിക്കണം. ഈ വചനത്തിലൂടെ വേറെ ആരും സംസാരിക്കേണ്ട. നീ എന്നെ സത്യം പഠിപ്പിച്ചാല് എന്റെ യൗവന പ്രായം മുഴുവനും നിനക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കാം എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ അന്നേ വരെ ലഭിക്കാത്തൊരു കൃപ കർത്താവ് എനിക്ക് തന്നു. എന്തെന്ന് ചോദിച്ചാൽ, അന്ന് വരെ എന്തിനു വേണ്ടി കരയണമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ കരയുകയാ. ദൈവത്തിന്റെ കരയുന്ന വലിയ അഭിഷേകം, ആത്മാവിന്റെ അഭിഷേകം എന്റെ ജീവിതത്തിൽ തന്നു. ഞാൻ അലമുറയിട്ട് ദൈവസന്നിധി നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ 26 വർഷക്കാലം ചെയ്ത പാരമ്പര്യത്തിന്റെ വലിയൊരു ലിസ്റ്റും അതോടൊപ്പം ദൈവവചനവും എഴുതി കാണിച്ചിട്ട് എന്റെ കർത്താവ് ചോദിക്കുകയാ, ഈ വലിയ പുണ്യപ്പെട്ട ജീവിതം നയിച്ചിട്ട് ഒരു നിത്യത നിനക്ക് നേടിത്തരാൻ പറ്റാത്ത ഈ പിതൃ പാരമ്പര്യം നിനക്ക് വേണോ അതോ ഒരു സ്വർഗം തരുന്ന എന്റെയും ഈ സത്യവചനത്തെയും നിനക്ക് വേണോ? എനിക്ക് എന്റെ കർത്താവിന്റെ മുമ്പിൽ തീരുമാനമെടുക്കുവാൻ മടിയുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, കർത്താവെ, പുണ്യപ്പെട്ട ജീവിതം നയിച്ചിട്ട് അതിന് നേടിത്തരാൻ പറ്റാത്ത ഒരു പിതൃപാരമ്പര്യം എനിക്ക് വേണ്ട. എന്നെ നിത്യതയിൽ എത്തിക്കുന്ന എന്റെ ദൈവം തമ്പുരാനെ എനിക്ക് മതി. സർവ്വതിനെ ഉപേക്ഷിച്ചോട്ടെ, അപ്പനില്ലാതായിക്കോട്ടെ, അമ്മ ഇല്ലാതായിക്കോട്ടെ, സകലനും ഉപേക്ഷിച്ചോട്ടെ, പക്ഷേ ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു പതിഥിയുടെ പിറകെയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട്, കർത്താവെ, നീ എന്നെ നടത്തുമെന്ന്. ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിക്കുവാനായിട്ടിടയായി. എന്റെ കർത്താവ് നിമിഷം മുതൽ എന്റെ സകല സംശയങ്ങളും തീർത്തു തന്നു. മാതാവായിരുന്നു എന്റെ പ്രധാന ചിന്താവിഷയം. അതോടൊപ്പം വിശുദ്ധരും അതോടൊപ്പം ശുദ്ധീകരണ സ്ഥലവും രക്ഷയും സ്നാനവും ഒക്കെ ഞാൻ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഓരോന്നും കർത്താവിന്റെ സന്നിധി ചോദിച്ചു. കാനായിലെ കല്യാണ വിരുന്നില് മാതാവിന്റെ മധ്യസ്ഥത കേട്ട് യേശു അത്ഭുതം ചെയ്തതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന മാതാവിന്റെ ഇങ്ങനെ സന്നിധിയിൽ വെച്ചിരിക്കുന്നത്. ഏത് പാസ്റ്റർമാർ വന്നാലും ഞാൻ തർക്കിക്കും അവരുടെ മുമ്പിൽ ഈ വിഷയം വെച്ച്. അപ്പോഴ് ഈ വചനം തന്നെ ദൈവാത്മാവ് എന്നെ എടുത്തു കാണിച്ചിട്ട് പറയുകയാ, കാനായിലെ കല്യാണ വിരുന്നില് മാതാവിന്റെ മധ്യസ്ഥ കേട്ട എന്റെ സമയത്ത് ഞാൻ അത്ഭുതം ചെയ്തെങ്കിൽ ആ നിമിഷം മുതൽ സകല ജനങ്ങളും അനുഗ്രഹങ്ങളും സൗഖ്യവും തേടി മാതാവിന്റെ പക്കലല്ല, പിന്നെയോ എന്നേക്കും ജീവിക്കുന്ന യേശുവിന്റെ പക്കലേക്കാണ് കടന്നുപോയത്. ആമേൻ, ഹല്ലേലൂയ. മാതാവ് സഹായവുമായിട്ട് മധ്യസ്ഥയ്ക്കായിട്ട് അവന്റെ സന്നിധി ചെല്ലുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എന്റെ സമയമായിട്ടില്ല എന്ന്. അവിടെ തിരിച്ചു വന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ കൂടി നിന്നവരുടെ പക്കൽ പറയുന്നുണ്ട്, എന്നെ കൊണ്ടൊന്നും ആവത്തില്ല, പിന്നെ അവൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ചെയ്യും. തന്റെ നിസ്സഹായ അവസ്ഥ ഉള്ളതുപോലെ തുറന്നു പറഞ്ഞിട്ട് അവൻ പറയുന്നത് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ മാതാവിന്റെ യഥാർത്ഥ ഭക്തരാ പെന്തക്കോസ്തുകാരെന്ന് ഞാൻ വിളിച്ചു പറയും. ആമേൻ. കത്തോലിക്കരല്ല മാതാവിന്റെ യഥാർത്ഥ ഭക്തര്. അവൻ പറയുന്നത് ചെയ്യുന്ന വചനം അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മരിയ ഭക്തരാണ് ഞാനും നിങ്ങളും ഒക്കെ. ഹല്ലേലൂയ. ആരാധിക്കേണ്ടവനെ ആരാധിക്കേണ്ട വിധം ആരാധിക്കുവാൻ എന്റെ ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ച അവന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഭയില് 1950 മാതാവ് ഉടലോടെ സ്വർഗത്തിലേക്ക് പോയി, അതായത് മരിക്കാതെ ഉടലോടെ സ്വർഗത്തിലേക്ക് പോയി എന്ന് ഞങ്ങളുടെ മാർപ്പാപ്പ ഒരു സന്ദേശം പുറപ്പെടുവിച്ചു. അന്ന് വരെ പോയിട്ടില്ല. അപ്പൊ എവിടെയായിരുന്നു ചോദിച്ചാൽ അറിയത്തുമില്ല. മാതാവിന് മരിച്ചോ ഇല്ലയോ എന്നുള്ളത് വചനത്തിലോട്ട് എഴുതിയിട്ടുമില്ല. അപ്പൊ ഞങ്ങളുടെയൊക്കെ വിചാരം ഞങ്ങളുടെ സഭയിൽ മാർപ്പാപ്പയ്ക്ക് തെറ്റാവരുമുണ്ട് എന്ന് പറഞ്ഞാല് അദ്ദേഹം പറയുന്നത് പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ തെറ്റു പറ്റത്തില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കും. ഞങ്ങളുടെ രണ്ടാമത്തെ ദൈവം ആ പോപ്പെന്ന് പറയുന്നത്. അപ്പോഴ് ഈ ഒരു സത്യം അദ്ദേഹം സന്ദേശം വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് അന്നു മുതൽ എന്ന് വന്നാലും ഈ മെയ് മാസം ഒക്കെ മാതാവിന്റെ വണക്കമാസം എന്നാണ് ഞങ്ങൾ പേരിട്ടേക്കുന്നത്. 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ മാതാവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാതെ ഞങ്ങൾ എഴുന്നേക്കത്തുമില്ല, കിടക്കത്തുമില്ല. അതുപോലെ മാതാവിന്റെ ഭക്തര. അപ്പൊ ദൈവസന്നിധിയിൽ എനിക്കൊരു സംശയം, മാതാവ് സ്വർഗാരോപണം ചെയ്തിട്ടുണ്ടോ? ഞാൻ ദൈവവചനം വായിക്കുമ്പോൾ അവിടെ ഹെബ്രായർ എഴുതിയ ലേഖനം 9-ാം അധ്യായം 27-ാം വചനം പറയുന്നു, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്താ എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ദൈവാത്മാവ് എന്നോട് ചോദിച്ചു, മാതാവ് മനുഷ്യശ്രീയാണോ?
ഞാൻ പറഞ്ഞു കർത്താവേ, അതെ, മനുഷ്യശ്രീ ആയതിനാൽ മരിച്ചേ മതിയാകൂ എന്നുള്ളത് എത്രയോ വ്യക്തമാണ്. അത് കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാൽ അവൻ പറയും മനുഷ്യരാണോ, മരിച്ചേ പറ്റുള്ളൂ എന്ന് പറയും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രൻ അല്ലാതെ ഇതുവരെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഇത് മത്തായി പറയുന്നതല്ല, മർക്കോസും പറയുന്നതല്ല, ലൂക്കോസും പറയുന്നില്ല. എന്റെ കർത്താവ് സ്വന്തം വായ്കൊണ്ട് അരുൾ ചെയ്യുക, മക്കളെ, ഞാനല്ലാതെ ഇതുവരെ ആരും സ്വർഗത്തിൽ പോയിട്ടില്ല. അന്ത്യകാലം മുഴങ്ങുമ്പോഴാണ് ശരീരത്തിന് രൂപാന്തരം വന്ന് അക്ഷം ഉയർക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജനിച്ചാൽ നിനക്ക് ക്രിസ്തുവിൽ മൃതിയടയാം. ആമേൻ, ഹല്ലേലൂയ. ഏത് വ്യക്തിയുടെ മുമ്പിൽ മുട്ടുകുത്തുമെന്ന് എന്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചു. ആരാണ് യഥാർത്ഥ മധ്യസ്ഥൻ എന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ചു. ഒരിക്കൽ ഞാൻ ഇതുപോലെ സിസ്റ്റർ ആയിരിക്കുമ്പോ തന്നെ എന്റെ ഫ്രണ്ടിന്റെ കൂടെ ഒരു കത്തോലിക്ക വീട്ടിൽ കടന്നു ചെന്നത് അവരെ കൊന്ത പഠിപ്പിക്കാൻ. ഞങ്ങൾ അവിടെ കടന്നു ചെന്നപ്പോൾ 5 മാസ്റ്റർമാർ അവിടെ വീട്ടിലിരിക്കുന്നു. ഞങ്ങളെ കണ്ടാൽ അവർ വിടുമോ? എന്റെ കൂട്ടത്തിൽ വന്ന സഹോദരി പറഞ്ഞു, അഞ്ജലി, ഞാൻ വരുന്നില്ല, നിനക്ക് പറ്റിയ ആൾക്കാരെ വാദിക്കാൻ നീ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ വിട്ടുകൊടുക്കുമോ? ഞാൻ കയറി ചെന്നു. ചെന്നപാടെ മാസ്റ്റർമാർ ചോദിച്ചു, സിസ്റ്റർ, എത്ര മധ്യസ്ഥരുണ്ട്? അവർക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം അതാ. ഞാൻ പറഞ്ഞു, പാസ്റ്റേ, ഞങ്ങൾക്ക് മധ്യസ്ഥർക്ക് കുറവൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി കൂട്ടാനും വേണ്ട, കുറയ്ക്കാനും വേണ്ട. കാരണം ഞങ്ങളുടെയൊക്കെ സഭയില് മധ്യസ്ഥരെ തട്ടിയിട്ട് ഞങ്ങൾക്ക് നടക്കാൻ പറ്റത്തില്ല. അലങ്കരിച്ച് ഞങ്ങൾ മടുത്തിട്ടുണ്ട് മാതാവിനെയും വിശുദ്ധമാരെയും ഒക്കെ. ഞങ്ങള് ഒരു ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ മാതാവിന്റെ തിരുനാള്, അല്ലെങ്കിൽ ഒരു അന്തോനീസിന്റെ, അല്ലെങ്കിൽ യൂദാടെ, അല്ലെങ്കിൽ ഗീവർഗീസിന്റെ, അല്ലെങ്കിൽ അൽഫോൻസാമയുടെ, അല്ലെങ്കിൽ കൊച്ചുത്രേസ്യയുടെ ഒക്കെ തിരുനാള് വരുമ്പോഴ് 1 മാസം മുമ്പേ തുടങ്ങും അവരെ അലങ്കരിക്കാൻ. അവരെ എല്ലാം അലങ്കരിച്ചൊരു സാരി ഉടുപ്പിക്കുക അവരെ പരിപാടി. അവർക്ക് കിരീടം വെക്കല. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞേച്ചു മദറിന്റെ അടുത്ത് പോയി പറയണം, മദറെ, ഇത് ചെയ്തത് ശരിയായ കൊള്ളാവോ. അവര് വന്ന് നോക്കിച്ച് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയും, അഴിച്ചിട്ട് വേറെ ഉടുപ്പിക്കാൻ പറയും. രാത്രി 12 മണിയാണെങ്കിലും വീണ്ടും ഞങ്ങൾ ചെയ്തോണം. എന്റെയൊക്കെ ജീവിതം അതിനകത്ത് മുഴുകിപ്പോയിട്ടുണ്ട്. എന്റെ തമ്പുരാനെ ആരാധിക്കേണ്ട സമയം ഈ വിഗ്രഹങ്ങൾക്ക് ഞാൻ ആരാധന കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വിശുദ്ധന് കൂടുതലാണ് ഞാൻ പാസ്റ്റർമാരെടുത്ത് പറഞ്ഞു വെച്ചത്. എന്നോട് ചോദിച്ചു, ബൈബിളിൽ ഒരു മധ്യസ്ഥനുള്ള കാര്യം അറിയാവോ? സത്യം പറയാം, എനിക്കൊരു കർത്താവും ദൈവവും ഉണ്ടെന്നറിയാം. യേശു ഒരു മധ്യസ്ഥനാന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഞങ്ങളുടെ സഭയിൽ ഇഷ്ടംപോലെ മധ്യസ്ഥന്മാര് വേറെയുണ്ട്. ഇദ്ദേഹമാണെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥൻ കർത്താവായ യേശു മാത്രമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, കാര്യമൊക്കെ ശരിയാ, പിന്നെ ഇവരോടൊക്കെ ഞങ്ങൾ വെറുതെ പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ, നിങ്ങളെ ശല്യം ചെയ്യാൻ വരരുതെന്ന് പറഞ്ഞു. പക്ഷേ എന്റെ കർത്താവിന് ഒരു കാര്യം പഠിപ്പിച്ചു. നിന്റെ അപ്പനാ ഞാനെങ്കില് നിനക്കൊരു 10 രൂപ വേണമെങ്കിൽ അത് എന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടിയാ പോരായോ? നീ അത് എന്റെ മുമ്പിൽ ചോദിച്ചാ പോരായോ? 10 രൂപ 100 കൈ ഞാൻ തരത്തില്ലയോ? നീ എന്തിനാ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി തെണ്ടുന്നേ? അപ്പനെ തിരിച്ചറിഞ്ഞാൽ അപ്പന്റെ മുമ്പിൽ മുട്ടുമുട്ടും. എനിക്കൊരമ്മ, എന്റെ ദൈവം അമ്മയല്ല, എന്റെ ദൈവം എന്റെ അപ്പനാന്ന് മനസ്സിലാക്കുവാൻ, മുട്ടുകുത്തേണ്ട ദൈവത്തിന് മുമ്പാകെ മുട്ടുകുത്തുവാൻ, അപേക്ഷിക്കേണ്ടവന്റെ മുമ്പിൽ അപേക്ഷിക്കുവാൻ, കരയേണ്ടവന്റെ മുമ്പിൽ കരയുവാൻ, യഥാർത്ഥ മധ്യസ്ഥനെ കണ്ടെത്തുവാൻ സന്യാസത്തിൽ വെച്ച് തന്നെ കർത്താവ് എനിക്ക് ഭാഗ്യം തരുവാനായിട്ടിടയായി. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, യേശു അല്ലാതെ വേറൊരു മധ്യസ്ഥൻ ഇല്ലെന്നും യേശു എന്ന സത്യ വഴിയിലൂടെ അല്ലാതെ ആരും എന്റെ പിതാവിന്റെ പക്കലേക്ക് പോകത്തില്ലെന്നും. അതേസമയം ഞങ്ങളെ പഠിപ്പിച്ചു വെക്കും, മാതാവ് ഒരു വഴി, യൂദാവ് ഒരു വഴി, അന്തോനീസ് ഒരു വഴി, ഗീവർഗീസ് ഒരു വഴി. ഇവരെല്ലാം നമ്മളെ യേശുവിലേക്കാണ് നയിക്കുന്നത്. ഞങ്ങൾ പാവം പിടിച്ചവർ അതേപോലെ വിശ്വസിക്കും. എന്നാൽ വചനത്തിലേക്ക് വരുമ്പോൾ വചനം പറയുന്നു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. വേറൊരു വഴിയും വേറൊരു മാർഗവും വേറൊരു സത്യവും നിനക്ക് ലോകത്തിലില്ല. എന്റെ ദൈവം തമ്പുരാൻ അതീവ ബുദ്ധിമാന. ഈ കാലഘട്ടത്തിൽ അനേക വഴികളും അനേക നാമങ്ങളും ഉടലെടുക്കും. അതുകൊണ്ട് കർത്താവ് തന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കാതെ പറയുക, ഞാൻ തന്നെയാ മക്കളെ വഴി, ഞാൻ തന്നെയാ മക്കളെ സത്യം, ഞാൻ തന്നെയാ മക്കളെ ജീവൻ. ആമേൻ. യഥാർത്ഥ വഴിയെ പോകുവാൻ എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്ത ആ മധ്യസ്ഥനെ കണ്ടുമുട്ടുവാൻ തന്ന ഭാഗ്യത്തെ ഓർത്തെ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. മരണാനന്തര ജീവിതത്തിൽ ഒത്തിരി വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്കൊക്കെ എങ്ങനെ മരിച്ചാലും എന്തൊക്കെ ചെയ്ത് മരിച്ചാലും കുഴപ്പമില്ല. ശുദ്ധീകരണ സ്ഥലത്ത് പോയാൽ ഞങ്ങൾ വീഴുന്നത്. അവിടെ വീണ് കിടക്കുമ്പോൾ ജീവനോട് ഇരിക്കുന്നവർ ഞങ്ങൾക്ക് വേണ്ടി കുർബാന ചൊല്ലിച്ചാൽ, അല്ലെങ്കിൽ ഒപ്പീസ് നടത്തിയാൽ, അല്ലെങ്കിൽ ധൂപം വീഴ്ത്തിയാൽ ഞങ്ങളുടെ ആത്മാവ് സ്വർഗത്തിൽ പോകുമെന്ന് ഞങ്ങൾ അധികമായിട്ട് വിശ്വസിച്ചിരുന്നു. ഇത് ഏത് രീതി വന്നാണെന്നൊന്നും അറിയത്തില്ല. ഞങ്ങളുടെ പാരമ്പര്യ വിശ്വാസമാ. പാരമ്പര്യമായി ഞങ്ങൾക്ക് വലുത് ഈ വചനം അവിടെ നിൽക്കും. എന്നാല് ദൈവവചനത്തിലേക്ക് എന്റെ കർത്താവ് എന്നെ കൊണ്ടുവന്നപ്പോൾ വെളിപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം പറയുന്നുണ്ട്, അതെ, ഇപ്പോൾ മുതൽ കർത്താവിൽ വൃദ്ധി അടയുന്നവർ അനുഗ്രഹീതരാണ്. അവർ തീർച്ചയായും തങ്ങളുടെ അധ്വാനങ്ങളിൽ വിരമിച്ച് സ്വസ്ഥരാകും. ഈ സ്വസ്ഥരാകുന്ന വ്യക്തികളുടെ ആ സ്വസ്ഥതയ്ക്ക് ഇളക്കം തട്ടിക്കുവാൻ ഇന്ന് ഭൂമിയിൽ ഉയരുന്ന യാതൊരു തരത്തിലുള്ള നൊവേനകൾക്കോ കൊന്തകൾക്കോ പ്രാർത്ഥനകൾക്കോ ധൂപങ്ങൾക്കോ
മറിയമടക്കം നിദ്ര പ്രാപിച്ച സകല വിശുദ്ധരും സ്വസ്ഥതയിലാണെന്നും സൂര്യന് കീഴെയവർക്ക് യാതൊന്നിനും ഓഹരിയുമില്ലെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു വെക്കുമ്പോൾ വീണ്ടും വചനം പറയുന്നു, നീ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രതിഫലം പ്രാപിക്കുവാൻ നീ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ഞാൻ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ ഞാൻ ചെയ്തതിന്റെ പ്രാപിക്കാൻ നിൽക്കേണ്ടി വരുമ്പോൾ എന്റെ അപ്പനോ എന്റെ അമ്മയോ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്താലും ഞാൻ ഒരിക്കലും നിൽക്കേണ്ടിടത്ത് നിൽക്കുവാനോ പോകേണ്ടിടത്ത് പോകുവാനോ സാധ്യമല്ല. കൊല വെട്ടിയ വാഴയ്ക്ക് വളമിടുന്നതിന് തുല്യമായി ശുദ്ധീകരണ സ്ഥലം എന്നുള്ളത് തിരിച്ചറിയുവാൻ എന്റെ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. കൊടിയ വഞ്ചനയെ മനസ്സിലാക്കി അത് ചെയ്യാതിരിക്കുവാൻ എന്റെ മമ്മി മരിച്ചിട്ട് 3 വർഷമായി. കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം ഞാൻ പോയി ചെയ്തു. പക്ഷേ കഴിഞ്ഞ വർഷം അത് ചെയ്യുവാൻ എന്റെ ദൈവം എന്നെ അനുവദിച്ചില്ല. ഞാൻ പോകാത്തത് കൊണ്ട് വേറെ ആരും അത് ചെയ്യുവാനും കടന്നുപോയില്ല. ആമേൻ. ഈ വലിയ ഭാഗ്യം കർത്താവ് എന്റെ ജീവിതത്തിൽ തന്നു. അതോടൊപ്പം ഞങ്ങൾക്കൊരു വലിയ വിശ്വാസം എന്ന് പറയുന്നത്, ഞങ്ങളുടെ പാരമ്പര്യ വിശ്വാസം എന്ന് പറയുന്നത് എന്താ, മരിച്ചതിന് ശേഷം വിശുദ്ധയാകാം. ജീവനോടെ ഇരിക്കുമ്പോൾ ഒരു വിശുദ്ധയാകാമെന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളുടെയൊക്കെ സഭയില് യൂറോപ്യന്മാരായ ഏതാനും കന്യാസ്ത്രീകളെയും പുരോഹിതന്മാരെയുമാണ് പോപ്പ് സാധാരണ വിശുദ്ധരാക്കി പ്രഖ്യാപിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഒരൊറ്റ പുരോഹിതനെയും ഒരൊറ്റ കന്യാസ്ത്രീയും പോപ്പ് ഇതുവരെ വിശുദ്ധരാക്കിയിട്ടില്ല. ധന്യോ വാഴ്ത്തപ്പെട്ടവർ മാത്രമേ ആക്കിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ദൈവസന്നിധിയിൽ, അതായത് ഇവരോടൊപ്പം പള്ളിയിലൊക്കെ പോകുമ്പോഴും അവിടേക്ക് ചെല്ലുമ്പോൾ പരസ്പരം ദേവദാസന്മാർ അല്ലെങ്കിൽ സഹോദരന്മാർ സംബോധന ചെയ്യുന്നത് വിശുദ്ധന്മാരെന്ന് മാത്രമല്ല, ലേഖന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ലേഖനങ്ങളെന്ന്. അന്നേരം എനിക്കൊരു സംശയം, പോപ്പ് നൽകുന്ന വിശുദ്ധ പദവിയും ദൈവം നൽകുന്ന വിശുദ്ധ പദവിയും എനിക്കൊന്ന് മനസ്സിലാക്കണം. ദൈവസന്നിധി വന്നപ്പോൾ കർത്താവ് പറയുക, സൽപ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ആരെയും വിശുദ്ധരാക്കുന്നില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ സൽപ്രവർത്തികൾ പോലും ദൈവം മുമ്പാകെ മലിന വസ്ത്രം പോലെയാണെന്ന് കത്തോലിക്ക ബൈബിളിൽ പറയുമ്പോൾ സത്യവേദപുസ്തകത്തിൽ പറയുന്നു അത് കറപുരണ്ട വസ്ത്രം പോലെയാണ്. ആമേൻ. ഹല്ലേലൂയ. ക്രൂശിൽ യേശു ചൊരിഞ്ഞ രക്തത്തിൽ പാപക്കറകൾ കഴുകാതെ ഒരുവനും ഈ ലോകത്തിൽ വിശുദ്ധീകരണം ലഭിക്കുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ സൽപ്രവർത്തികൾ കൊണ്ടും സാമൂഹിക സേവനങ്ങൾ കൊണ്ടും എനിക്കും നിങ്ങൾക്കും സ്വർഗം കിട്ടുമായിരുന്നെങ്കിൽ എന്റെ നസ്രയനായ യേശു ഈ സമത്വം വിട്ട് ഈ ലോകത്തിൽ ഇറങ്ങി വരേണ്ട കാര്യമോ, ഈ പാടുവീഴ സഹിക്കേണ്ട കാര്യമോ, ഈ ക്രൂശിതനാവേണ്ട കാര്യമോ ഉണ്ടായിരുന്നില്ലെന്ന് എന്റെ കർത്താവ് എന്നെ സത്യം പഠിപ്പിച്ചു. ജീവനോടെ ഇരിക്കുമ്പോൾ ജീവിക്കുന്നവരുടെ മധ്യ ഒരു വിശുദ്ധയാകുവാനാ എന്നെ നിങ്ങളെ കർത്താവ് തെരഞ്ഞെടുത്തു. ഞങ്ങളുടെ സഭയിൽ ഒരാൾ മരിക്കണം, മരിച്ചാലും പറ്റില്ല. മരിച്ച വ്യക്തിയുടെ പേരിൽ 2 or 3 അത്ഭുതം നടക്കുമ്പോഴാ ഞങ്ങളുടെ സഭ അവരെ ഒരു വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത്. എന്നാൽ കർത്താവിന്റെ തങ്കച്ചോരയാൽ കഴുകപ്പെട്ടവരെ എന്റെ ദൈവം ജീവിക്കുന്നവരുടെ മധ്യത്തിൽ ഇന്ന് ജീവിക്കുന്ന വിശുദ്ധരാക്കി ഈ ലോകത്തിൽ വെച്ചതിന് യോഗത്തിന്റെ കർത്താവിനെ ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒത്തിരി പാരമ്പര്യ വിശ്വാസമുണ്ട്. സ്ഥൈര്യലേപനം, പട്ടം, സ്വരൂപവണക്കം, കൊന്ത, പെരുന്നാളുകൾ, അനേക മധ്യസ്ഥർ, ശുദ്ധീകരണ സ്ഥലം, കുർബാന, കുംഭസാരം എന്നു വേണ്ട ഇതൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നു. ഇതൊക്കെ വിശ്വസിക്കാതെ 26 വർഷക്കാലം ജീവിക്കാനും പറ്റത്തില്ല. എന്നാൽ ബൈബിള് വായിച്ച് ഞാൻ സംശയം ചോദിക്കുന്നതിനൊക്കെ നേരെ വിപരീതമായിട്ട് വചനമെടുത്ത് സംസാരിച്ചപ്പോൾ ഇതും ഇതിനകത്തുണ്ടോ എന്ന് വായിച്ചു നോക്കിയപ്പോൾ ഞാൻ ഈ പറഞ്ഞവയൊന്നും എന്നെ യേശു കൽപ്പിച്ചിട്ടില്ലെന്നും ശിഷ്യന്മാർ പഠിപ്പിച്ചിട്ടില്ലെന്നും ആദിമസഭ ചെയ്തിട്ടില്ലെന്നും പഴയ നിയമത്തിൽ നിഴലില്ലെന്നും ലേഖനങ്ങളിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ലെന്നും എന്റെ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ബോധ്യമാക്കി തന്നു. ഒപ്പം യേശു കൽപ്പിച്ചിട്ടുള്ളതും ശിഷ്യന്മാർ പഠിപ്പിച്ചിട്ടുള്ളതും ആദിമസഭ ചെയ്തിട്ടുള്ളതും പഴയ നിയമത്തിൽ നിഴലുള്ളതും ലേഖനങ്ങളിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളതുമായ ക്രിസ്തേശുവിനോട് ചേരുന്ന രക്ഷയും സ്നാനവും ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ എന്റെ സ്വർഗം എന്നെ അഭിഷേകം ചെയ്തു. എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, എന്റെ ദൈവമേ കുഴപ്പമില്ല, വിശുദ്ധന്മാരും മാതാവും ഒന്നുമില്ലാത്ത സഭയല്ലേ മർത്തോമ സഭ. എനിക്ക് പട്ടക്കാരനെ വിടാൻ വയ്യ, എനിക്ക് സഭ വിട്ടു പോകാൻ വയ്യ, ഒരു പള്ളി കാണാതിരിക്കാൻ എനിക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം, ആ കുർബാനയിൽ എനിക്ക് പങ്കുചേർന്നെങ്കിൽ ഒരു മർത്തോമ സഭയിൽ പോയാൽ എന്താ? എന്റെ ദൈവം എന്നോട് വചനത്തിലൂടെ സംസാരിക്കുവാനിടയായി. കാരണം പൗരോഹിത്യ സംബന്ധമായ വിഷയത്തിൽ ഞാൻ അജ്ഞതയിലായിരുന്നു. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പൗരോഹിത്യം ഉണ്ടെങ്കിലും ഞാൻ ഇതിന് രണ്ടിൻ പ്രകാരവും അല്ലായിരുന്നു. പഴയ നിയമത്തില് 12 ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ ഒരു ഗോത്രമായ ലേവി ഗോത്രത്തിന് പൗരോഹിത്യം കൊടുത്തിരുന്നു. അതില് പൗരോഹിത്യം കൊടുക്കുമ്പോൾ അവിടെ ഇപ്രകാരം ദൈവം പറയുന്നുണ്ട്, അഭിഷേക തൈലം തലയിൽ വീണ മഹാപുരോഹിതൻ തന്റെ വസ്ത്രം കീറുകയോ മുടി പിച്ചി ചീന്തുകയോ അരുത് എന്ന് ലേവ്യ പുസ്തകം 10:6 പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ താൻ ദൈവപുത്രനാണെന്നുള്ള യേശുവിനെ വെളിപ്പെടുത്തുന്നതിന് മുമ്പിൽ മഹാപുരോഹിതനായ കയ്യാഫ തന്റെ വസ്ത്രം കീറിയതോടെ പഴയ നിയമ പൗരോഹിത്യത്തിന് തിരശ്ശീല വീഴുകയും യേശു എന്നേക്കും രാജാവും
എന്നുള്ള യാഥാർത്ഥ്യം കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു. നീ പുരോഹിതനാകണമെങ്കിൽ, നീ രാജകീയ പുരോഹിതനാകണമെങ്കിൽ നീ 12 വർഷം പോയി ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിക്കേണ്ട കാര്യമില്ല. നീ ഒരു ലോകം വിട്ട് നടക്കേണ്ട കാര്യമില്ല. യഥാർത്ഥ പുരോഹിതൻ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്ന ഏത് വ്യക്തിയും പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രാജകീയ പുരോഹിത വർഗം. ദൈവം എന്നെ വിടുവിക്കുവാനായിട്ടും തയ്യാറായി. മർത്തോമാ സഭയിലും എന്റെ കർത്താവ് എന്നെ വിട്ടില്ല. അതോടൊപ്പം രക്ഷയെ കുറിച്ച് വായിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, രക്ഷ പ്രാപിക്കുന്നവരെ അനുദിനം തന്റെ സഭയോട് അവിടുന്ന് ചേർത്തുകൊണ്ടിരുന്നു എന്ന്. ഞാൻ വിചാരിച്ചിരുന്നു സ്ത്രീകൾക്ക് ഹിന്ദുക്കൾക്ക് ഉള്ളതായി ഈ രക്ഷയും സ്നാനമൊക്കെ. ഞാൻ യേശുവിനെ വിളിക്കുന്ന ആളല്ലേ, ഞാൻ കന്യാസിയല്ലേ, ഇന്ന് കർത്താവ് വന്നാൽ ആദ്യം ഞാനാ എടുക്കപ്പെടുന്നതൊക്കെ എനിക്ക് വിചാരമുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് പറയുക, ഈ 21-ാം നൂറ്റാണ്ടിലും രക്ഷ പ്രാപിക്കുന്നവരെയാ ഞാൻ എന്റെ സഭയോട് ചേർക്കാൻ വരുന്നത്. അത് പ്രധാനമന്ത്രി ആയാലും പോപ്പായാലും ധ്യാനഗുരുവായാലും കന്യാസി ആയാലും എന്റെ കർത്താവ് പറയുക, നീ രക്ഷിക്കപ്പെട്ടാൽ മാത്രമേ എന്റെ സഭയിലെ അംഗമാകത്തുള്ളൂ. നിനക്ക് ലക്ഷങ്ങളുള്ള സഭയിലെ അംഗമായി പ്രൗഢഗംഭീരമായി വസ്ത്രം ധരിക്കുന്ന ബാല്യ വ്യക്തികൾ നിന്റെ കുടുംബത്തിലും ഉണ്ടായിരിക്കാം. പക്ഷെ നീ രക്ഷിക്കപ്പെട്ടാൽ മാത്രമേ സ്വർഗീയ സഭയിലെ അംഗമാകത്തുള്ളൂ. ഞങ്ങളുടെ സഭയില് സ്നാനം, കുഞ്ഞുനാളിൽ ഞങ്ങൾക്ക് ജ്ഞാന സ്നാനം എന്ന് പേരിട്ട് സ്നാനം നൽകും. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും വിശ്വാസം ഏറ്റു പറയും. അങ്ങനെയാണ് ഞങ്ങളെ വിശ്വാസ സ്നാനം ഏറ്റെടുക്കുന്നത്. ഞാൻ വളർന്നു വരുമ്പോഴൊക്കെ എന്റെ മമ്മിയുടെ അടുക്കൽ പോയി ചോദിക്കും, മമ്മി ഞാനൊരു വിശ്വാസ സ്നാനം അല്ലല്ലോ ഏറ്റത്, നിങ്ങൾ എനിക്ക് വേണ്ടി ഏറ്റു പറഞ്ഞാൽ അത് എങ്ങനെ എന്റെ വിശ്വാസ സ്നാനമാകുമോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ മമ്മി പറഞ്ഞൊരു, മോനെ നമ്മളത് അങ്ങനാ വിശ്വസിക്കുന്നത്, നമ്മുടെ പാരമ്പര്യ വിശ്വാസം അതാ, വലുതാകുമ്പോ നീ അതങ്ങനെ വിശ്വസിച്ചാലും മതി എന്ന് പറയും. എന്നാൽ വചനത്തില് നമ്മളറിയാം, ഞങ്ങളുടെ സഭയിൽ ഞാൻ സ്നാനമേറ്റാൽ അല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ സ്നാനമേറ്റാൽ എന്റെ പേര് രജിസ്റ്ററിൽ വരും. എന്നാൽ എന്റെ കർത്താവ് പറയുക, നീ ഉദരത്തിൽ ജനിച്ചാ പോരാ, നീ ഉന്നതത്തിൽ ജനിക്കുവാൻ തയ്യാറായോ. നിക്കോദിമോസിനോട് പറയുക, നീ വീണ്ടും ജനിക്കണം. അത് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ഈ ദൈവരാജ്യത്തിൽ കടപ്പാൻ നിനക്ക് സാധ്യമല്ല. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ യേശു ക്രിസ്തുവിനോട് ചേരുന്ന വിശ്വാസ സ്നാനം 2007 ജനുവരി മാസം 7-ാം തീയതി എന്റെ സ്വർഗം എനിക്ക് സൗജന്യദാനമായി നൽകുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അന്നു മുതൽ ഞാൻ പറയും, 26 വർഷം തീർത്ഥാടനം നടത്തി, അനേകരുടെ മുമ്പിൽ തിരികത്തിച്ചു, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എന്നിട്ട് എനിക്ക് ലഭിക്കാത്ത സന്തോഷവും സമാധാനവും വ്യവസ്ഥ പ്രകാരം ജീവിക്കുവാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവമക്കളോട് ഒന്നു ചേർന്ന് സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ 26 വർഷക്കാലം നഷ്ടമായ സകല സന്തോഷവും സമാധാനവും സ്വർഗം എനിക്ക് മടക്കി നൽകുവാനായിട്ടിടയായി. നീ വ്യവസ്ഥയ്ക്കകത്താണെങ്കിൽ എന്റെ തമ്പുരാൻ തക്ക സമയത്ത് നിന്നെ വിടുവിക്കുവാനായിട്ടിടയാകും. നമുക്കറിയാം, നമ്മൾ 119-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ 126-ാം വാക്യം പറയുന്നു, ഇത് യഹോവയ്ക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. എന്റെ യഹോവയ്ക്ക് പ്രവർത്തിപ്പാൻ ഒരു സമയമുണ്ട്. മനുഷ്യന് പ്രവർത്തിപ്പാൻ ഒരു സമയം നാം നോക്കുന്നത് പോലെ എന്റെ യഹോവയ്ക്ക് പ്രവർത്തിപ്പാനും തീർച്ചയായിട്ടും ഒരു സമയം ഉണ്ട്. ആമേൻ. അതുകൊണ്ടാണ് സ്വർഗാരോഹണ സമയത്ത് ശിഷ്യന്മാർ വന്ന യേശുവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, നീ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത് എപ്പോഴാ? എന്റെ യേശു പറയുക, പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ വിവേചിക്കുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സമയത്തല്ല ഞാൻ പ്രവർത്തിക്കുന്നത്, പിതാവ് അധികാരത്തിൽ വെച്ചിട്ടുള്ള സമയത്ത് അത് ചെയ്തോളൂ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്ന് നമുക്ക് ഒന്നിനും സമയമില്ല. നാം നെട്ടോട്ടം ഓടുന്നൊരു കാലഘട്ടമാണ്. എന്തിനാ? നമ്മുടെ കാര്യങ്ങള് ചെയ്തു തീർക്കാൻ വേണ്ടിട്ട്. എന്റെ കർത്താവ് പറയുക, ലോകത്തില് നീ നിന്റെ കാര്യം ചെയ്തു തീർക്കാൻ നെട്ടോട്ടം ഓടുമ്പോഴും ഓർത്തുകൊള്ളുക, വ്യക്തി ജീവിതമേ, നിന്റെ ജീവിതത്തിൽ കർത്താവിന് പ്രവർത്തിപ്പാൻ ഒരു സമയമുണ്ട്. നിങ്ങൾ ചോദിക്കും, അത് എപ്പോഴാ ചെയ്യാൻ സമയം? എപ്പോഴാ? എന്റെ കർത്താവ് കണ്ട സമയത്ത്, പിടിച്ചിറക്കേണ്ട സമയത്ത് കർത്താവ് പിടിച്ചിറക്കി, വിടുവിക്കേണ്ട സമയത്ത് എന്നെ വിടുവിക്കാൻ എന്റെ സ്വർഗം മനസ്സ് കാണിച്ചു. അതുപോലെ നിങ്ങളെയൊക്കെയും കർത്താവ് കണ്ട് തക്ക സമയത്ത് ഇറക്കുവാനായിട്ടിടയായത്. ഈ സമയത്തെ കുറിച്ചാണ് പത്രോസ്ലീഹ പറയുന്നത്, പ്രിയ ദൈവമക്കളെ, എന്റെ കർത്താവിന് അല്ലെങ്കിൽ ദൈവത്തിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ആണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. നമ്മൾ പറയും ലേറ്റ് ആയി പോയി, നമ്മൾ പറയും സമയം കഴിഞ്ഞു പോയി. എന്നാൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയും, എന്റെ തമ്പുരാൻ നേരത്തെ പ്രവർത്തിക്കുന്നവരുമല്ല, എന്റെ തമ്പുരാൻ സമയം കഴിഞ്ഞ് പ്രവർത്തിക്കുന്നവരുമല്ല, എന്റെ തമ്പുരാൻ തക്ക സമയത്ത് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ,
ഹല്ലേലൂയ. തക്ക സമയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്ന വലിയൊരു സംഭവം നമുക്ക് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ജോസഫിന് ദൈവം കൊടുക്കുന്ന വലിയൊരു ദർശനമുണ്ട്. വയലിലെ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ അവന്റെ ദർശനം എന്ന് പറയുന്നത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നത് ബാക്കി കറ്റകളൊക്കെ തന്നെ വണങ്ങുന്നതായിട്ടും അവൻ കാണുവാനിടയായി. സഹോദരന്മാരെടുക്കൽ പോയി ഷെയർ ചെയ്തപ്പോൾ അവരവനെ അഭിനന്ദിച്ചില്ലെന്ന് നമ്മൾ വായിക്കുന്നത്. അവരെ നിന്ദിക്കാനും ദുഷിക്കുവാനും തുടങ്ങി. ഒന്നും തീർന്നില്ല, അത് കഴിയുന്ന പാടെ അതിനെ തന്നെ സാധൂകരിക്കുന്ന മറ്റൊരു ദർശനം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ വണങ്ങുന്നതായിട്ട്. ഒന്നാമത്തെ പ്രവർത്തനത്തിൽ കർത്താവ് ഇടപെട്ടോ? കർത്താവ് ഇറങ്ങി വന്നോ? അവനെ വന്നിച്ചു ആരെങ്കിലും? ഇല്ല. രണ്ടാമത്തെ ദർശനം കണ്ടു, അവിടെ കർത്താവ് പ്രവർത്തിച്ചോ? ഒരിക്കലുമില്ല. സഹോദരന്മാരെ അവനെ ദുഷിക്കുവാനും പഴിക്കുവാനും തുടങ്ങി. മൂന്നാമതായിട്ട് നമുക്കറിയാം, നമുക്ക് നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒരു ദർശനമോ ഒരു സ്വപ്നമോ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കണ്ടാലും കേട്ടാലും അത് അടുത്ത നിമിഷം നിറവേറണമെന്ന് ആഗ്രഹിക്കുന്നവരാ ഞാനും നിങ്ങളുമൊക്കെ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും ഒരു ദർശനം കർത്താവ് തന്നിട്ടുണ്ടോ? എന്നെ നിങ്ങളെ കർത്താവ് ഒരു ദൂത് കേൾപ്പിച്ചിട്ടുണ്ടോ? ഞാനും നിങ്ങളും ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടോ? കർത്താവ് തന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിറവേറ്റും. സമയത്തിലേക്ക്, എന്റെ ദൈവത്തിന്റെ സമയത്തിലേക്ക് ഞാനും നിങ്ങളൊന്ന് നടന്നു നീങ്ങേണ്ടതുണ്ട്. 1 കണ്ടു, 2 കണ്ടു. മൂന്നാമത്തെ ദർശനം ജോസഫിന് കൊടുത്തത് എന്തുവാ? സഹോദരന്മാർ പരുക്കേൽപ്പിച്ച് അവനെ പൊട്ടക്കിണറ്റിൽ കൊണ്ടിടുവാനിടയായി. ആമേൻ. പൊട്ടക്കിണറ്റിൽ ഇട്ടപ്പോൾ ഒരു ദൂതനെ വിടുവിച്ചെന്റെ കർത്താവിന് അവനെ വിടുവിക്കാൻ വയ്യായിരുന്നു. അവന്റെ പ്രയാസത്തിന് വേളയില്ല ഇറങ്ങി വന്ന് അവനെ വിടുവിക്കാൻ എന്തുകൊണ്ടാണ് ദൈവം മനസ്സ് കാണിക്കാനത്? ജോസഫിന്റെ ജീവിതത്തെ നോക്കി യേശു ഇപ്രകാരം പറഞ്ഞു കാണും, പ്രിയ ജോസഫേ, നീ എന്റെ സമയത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. നിന്റെ സമയത്തിൽ ഇറങ്ങി വരാനല്ല ഞാൻ വന്നിരിക്കുന്നത്. പിന്നെയോ നിനക്കിനിയും എന്റെ സമയത്തേക്ക് വരുവാൻ ഇനിയും വർഷങ്ങളുണ്ട്, മാസങ്ങളുണ്ട്, ദിവസങ്ങളുണ്ട്, ആഴ്ചകളുമുണ്ട്. ആമേൻ. ദർശനം തന്നാല് ഞാൻ പറയും, ആദ്യത്തെ വലിയ ദർശനം കൊടുത്തപ്പോൾ പൊട്ടക്കിണറും കാരാഗൃഹവും ഒന്നും ജോസഫിനെ കാണിച്ചു കൊടുത്തില്ല. പക്ഷേ ദർശനം തന്നിട്ടുണ്ടോ? ഈ ഒരു വിശ്വാസ ജീവിതമാണോ? ഈ വലിയൊരു ജീവിതമാണോ? ഈ യുദ്ധകളത്തിലാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? തീർച്ചയായിട്ടും പൊട്ടക്കിണറും കാരാഗൃഹവും എന്റെ നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. അത് കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ അതിൽ വീണാലും പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന്റെ കണ്ണിലേക്ക് നോക്കുവാൻ ദൈവം നിങ്ങൾക്കും ഭാഗ്യം തരും. അവരെല്ലാ അവസരങ്ങളിലും വീട്. ബാക്കിയൊക്കെ നമുക്കറിയാം. 20 വെള്ളിക്കാശിന് വിൽക്കുന്നതും പോത്തിഫറിന്റെ ഭാര്യയായി നിന്ദിക്കപ്പെടുന്ന അവസരങ്ങളൊക്കെ. ഞാൻ ചോദിക്കും, എന്റെ ദൈവമേ, ജോസഫ് എന്തോ തെറ്റ് ചെയ്തിട്ടാ? നിരപരാധിയായ ജോസഫ്, ഒരു കള്ളത്തരം പറയാത്ത ജോസഫ്, വിശ്വസ്തനായി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറായ ജോസഫിന്റെ ജീവിതത്തിലാ ഈ പ്രശ്നങ്ങളൊക്കെ കടന്നുകൂടിയത്. ഇന്ന് പലരും ചോദിക്കും, എന്തുകൊണ്ടാ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്? എന്നാലും കർത്താവേ, നീ ഞങ്ങളോട് ഇത് ചെയ്തല്ലോ. എന്താ ഈ പ്രയാസത്തിന്റെ വേളയിൽ നീ ഒന്ന് ഇറങ്ങി വരാത്തത്? എന്താ? എന്റെ കർത്താവ് പറയും, മകനെ, ഇത് നിനക്ക് തന്നത് നിനക്ക് ഇവിടെ വെച്ചത് നിന്നെ ഉയർത്താനല്ല, ഉപരി നന്മയിലേക്ക് എന്റെ സമയത്തിലേക്ക് കൊണ്ടുവന്ന് നിനക്ക് തന്ന ദർശനത്തെ ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വരുന്ന പ്രശ്നത്തിൽ ഞാനും നിങ്ങളും വീണ് പോകരുത്. പിന്നെയോ ദർശനം തന്ന ദൈവത്തിലേക്ക് നോക്കി ശരിക്കുവാൻ ഇടയായാൽ ദൈവം തക്ക സമയത്ത് ഇറങ്ങി വരും. ജോസഫിന് അവസാനം മന്ത്രിയായി, ഫറവോന്റെ മന്ത്രിയായിരിക്കുമ്പോൾ ആ ദർശനം അതുപോലെ അവന്റെ ജീവിതത്തിൽ നിറവേറുവാനായിട്ടിടയായി. എല്ലാവരും അവന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തുവാനായിട്ടിടയായി. പൊട്ടക്കിണർ മുതൽ കാരാഗൃഹം വരെ ദൈവത്തിന് വേണ്ടി വിശ്വസ്തനായി ജോസഫ് നിന്നതുകൊണ്ട് എന്റെ തമ്പുരാൻ ആ ദർശനം അവന് സാക്ഷിയാകുവാൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ, വിശ്വാസ ജീവിതമാണ്. പ്രയാസമുണ്ട് നിന്റെ ജീവിതത്തിൽ. കഷ്ടത ഏറുമ്പോഴും പ്രയാസം ഏറുമ്പോഴും നീ ഓർത്തുകൊള്ളുക, ഇതെന്റെ അവസാനത്തിനല്ല, പിന്നെയോ ഞാൻ ദൈവത്തിന്റെ സമയത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് ചെയ്യുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഒന്നുകൊണ്ട് തീർന്നില്ല. വീണ്ടും നമുക്ക് ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെയും കാണാൻ കഴിയും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന 3 യുവാക്കന്മാരെ. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ 3 പേര്. ഏത് രാജാവാ? നെബൂഖദ്നേസർ രാജാവ് നിർമ്മിച്ച ബിംബത്തെ വണങ്ങാതെ നിൽക്കുന്ന 3 യുവാക്കളെ കാണാം നമുക്കവിടെ. ആ ദേശത്തിലെ സകല ജനങ്ങളും രാജാവ് പറയുന്നത് കേട്ട വിഗ്രഹത്തെ വന്ദിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി മാറി നിൽക്കുന്ന 3 യുവാക്കളെ അവിടെ നമ്മളെ കാണുമ്പോഴും അവര് പറയുന്നുണ്ട്, എന്റെ ദൈവം നീ ഞങ്ങളെ തീച്ചുകൂടയിട്ടാലും അവിടെ നിന്ന് വിടുവെക്കുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും ഈ വിഗ്രഹത്തെ വന്ദിക്കത്തില്ല. ആമേൻ.
ഇന്ന് വിശ്വാസഗോളങ്ങളിൽ പോലും ഈ ദൈവത്തിന് വേണ്ടി ഒന്ന് സാക്ഷി നിൽക്കാൻ മടിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ ദൈവത്തിന് വേണ്ടി വിശ്വസ്തനായിട്ട് നിന്നാൽ നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരുന്ന ദൈവത്തെ നിനക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ. അവരത് ഏറ്റു പറഞ്ഞപ്പോൾ നമുക്കറിയാം, അവിടെ ചൂള പതിവായി ചൂട് പിടിപ്പിക്കുന്നതിന് 7 മടങ്ങ് കൂട്ടാനിടയായി നാം വായിക്കുന്നത്. അവൻ ദൈവത്തിന് വേണ്ടി നിന്നത് കൊണ്ട് കുറയ്ക്കാനാണോ ഇടയായത്? കഷ്ടത കുറയ്ക്കാനാണോ ഇടയായത്? പ്രയാസം കുറയ്ക്കാനാണോ ഇടയായത്? സാധാരണ ചൂട് പിടിപ്പിക്കുന്നതിന് 7 മടങ്ങ് ചൂട കൂട്ടുവാനായിട്ടിടയായി. അവരെ പിടിച്ചുകൊണ്ട് ബലവാന്മാർ പോകുമ്പോൾ ആ ബലവാന്മാരെ അത് ദഹിപ്പിച്ചു കളഞ്ഞു. പക്ഷെ അന്നേരമാണ് ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പിന്നെയോ പിടിച്ചു കൊണ്ടുപോയി അഗ്നി ചൂളയിൽ അവരെ ഇട്ട ശേഷം എന്റെ ദൈവത്തിന്റെ സമയമായി അവരുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. നീ ചില തീച്ചൂളയിൽ വീണേ മതിയാകുള്ളൂ. നീ ചില കഷ്ടങ്ങളിലൂടെ കടന്നുപോയേ മതിയാകുള്ളൂ. എന്തിനാണെന്ന് ചോദിക്കും. ഞാൻ പറയാം, ഈ തീച്ചൂളയിൽ വീണ് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന് മാത്രമല്ല, രാജാവ് മാത്രമല്ല, അവിടെ കാണുന്നുണ്ട് 3 പേരെ തീയിലിട്ടെങ്കിൽ അവിടെ അവർ കാണുന്നത് 3 പേരെയല്ല, പിന്നെയോ 4 പേരെ അവിടെ കാണുവാനായിട്ടിടയായി. നീ കഷ്ടതയിൽ പിടിച്ചു നിന്നാൽ നിന്നോടൊപ്പം അഗ്നിയാണെങ്കിലും നീ വെള്ളത്തിലാണെങ്കിലും ഏത് പ്രയാസത്തിലാണെങ്കിലും ഇറങ്ങി നമുക്കറിയാം, രാജാവ് അവരെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് എല്ലാ സ്ഥാനമാനവും കൊടുത്തെന്ന് മാത്രമല്ല, ആ ദേശത്തെ മുഴുവൻ വിഗ്രഹാരാധനയിൽ നിന്ന് വിടുവിക്കുവാൻ ഇടയായി. നിന്റെ ഒരു സഹനം, നിന്റെ ഒരു കഷ്ടത, നിന്റെ ഒരു നിന്ദ, നീ ഏൽക്കുന്ന ഒരു അപമാനം നിന്റെ കുടുംബത്തിന്റെ മാത്രം വിടുതലല്ല, നിന്റെ മാത്രം വിടുതലല്ല, ഒരു ദേശത്തെ മുഴുവൻ നിനക്ക് യേശുവിനായിട്ട് നേടുവാൻ ദൈവം ജീവിതത്തിൽ ഒരുക്കുന്ന അവസരം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആരും നഷ്ടപ്പെടുത്തരുത്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ കർത്താവിന് പ്രവർത്തിപ്പാൻ സമയമുണ്ടോ? എന്റെ കർത്താവിന് പ്രവർത്തിപ്പാൻ സമയമുണ്ടോ? എന്റെ കർത്താവ് ഇറങ്ങി വരും. ഏത് സമയത്താ? ആ തക്ക സമയത്ത് കർത്താവ് ഇറങ്ങി വരും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും അവിടെ ഒരു സംഭവം കാണാൻ കഴിയും. ലാസർ രോഗിയാണെന്നുള്ള വിവരം കേട്ട ബഥാനിയിൽ ആൾക്കാരെത്തി യേശുവിന്റെ അടുക്കൽ പറയുന്നുണ്ട്, പ്രിയ സ്നേഹിതനാ ലാസർ, എന്തുകൊണ്ട് യേശു ഉടനെ ഓടിപ്പോയി അവനെ സൗഖ്യമാക്കിയില്ല? അവൻ മരിച്ച് 4 ദിവസം കഴിഞ്ഞതിന് ശേഷം യേശു ബഥാനിയയിലേക്ക് കടന്നു വരുവാനായിട്ടിടയായി. മാർത്ത പറയുന്നുണ്ട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. എന്റെ യേശു പറയുക, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആമേൻ. ഹല്ലേലൂയ. പക്ഷേ അത് മാർത്ത വിശ്വസിച്ചോ? അവള് കല്ലറ തുറക്കാൻ പോയപ്പോഴേ അവള് പറയുന്നുണ്ട്, കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങി കാണും. കൂടെ നടന്നിട്ട് നമ്മളും വിശ്വസിക്കാൻ പലതും പാടാ നമുക്ക്. അവള് പറയുക, നാറ്റം വെച്ച് തുറക്കരുതെന്ന്. ഞാൻ പറയും, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് നാം കല്ലറയും അടച്ച് എല്ലാത്തിനും അന്ത്യം കുറിച്ചെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ആ ജീർണിച്ച അവസ്ഥയിൽ നിന്ന്, ആ ചീഞ്ഞു നാറിയ അവസ്ഥയിൽ നിന്ന് ഉയർപ്പിക്കുന്ന ഒരു ദൈവത്തെയായി വിളിക്കുന്നത്. വിട്ടുതരില്ല എന്ന് സാത്താൻ അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേലെ എന്റെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. ഈ പകൽക്കാലം എന്റെ കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തന. എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് വിഷയങ്ങളെ കർത്താവ് പറയുന്നു, മരിച്ചവരെ ഉയർപ്പിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ നീ അടച്ചു വച്ചിരിക്കുന്ന വിഷയങ്ങളെ തുറന്നു തരുവാനും എനിക്ക് കഴിയും. എന്താണെന്നറിയാമോ? കർത്താവിന്റെ സമയം വരെ ഞാൻ നിങ്ങളും കാത്തു നിൽക്കണം. കാത്തു നിൽക്കുന്നതിനെ ദൈവം ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കും. അവന് കർത്താവ് വിശ്വാസത്തിന്റെ വരം കൊടുക്കും. ഹല്ലേലൂയ. ഞാൻ കാത്തു നിന്നത് കൊണ്ട് എന്റെ കർത്താവിന്റെ സമയം എന്നെ തേടിയെത്തുവാനായിട്ടിടയായി. അവരെന്നെ വിടുവിച്ചു. എന്റെ ജീവിതത്തിൽ നിന്ന് 1.5 വർഷത്തോളമായി ഈ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നത്. എന്റെ സഭയിൽ എന്നെ അനുഗ്രഹിച്ചു വിട്ടു. അഞ്ജലി, നീ പൊക്കോ, നിനക്ക് ഗതി പിടിക്കത്തില്ല. എന്നെ ആശീർവദിച്ചിട്ട് അനുഗ്രഹം അവര്. പക്ഷേ ഞാനെന്ന വിശ്വാസഗോളത്തിൽ വന്നിട്ടില്ല. ഞാൻ നിൽക്കുമ്പോൾ തന്നെ എന്റെ അധികാരി എടുത്തു പറഞ്ഞു, പലരും ഇറങ്ങിപ്പോയിട്ടുണ്ട് ആരുടെയും പുറകെ, പക്ഷെ ഞാൻ ഇറങ്ങി തിരിച്ചത് ഇറങ്ങി പോവേണ്ടവന്റെ പിറകെ. അതുകൊണ്ട് എനിക്ക് ഗതി വരുത്തുന്നത് നിങ്ങളുടെ വായല്ല, എനിക്ക് ഗതി വരുത്തുന്നത് സ്വർഗമാ. ഞാൻ ഈ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നാൽ എന്റെ തമ്പുരാനായി എന്നെ നടത്തുന്നത്. എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും, ഈ 1.5 വർഷക്കാലം ഞാൻ നടന്നതല്ല, ഞാൻ നിന്നതല്ല. എന്റെ തമ്പുരാൻ നിൽക്കുന്നവരുടെ മുമ്പേ മാനിക്കുന്നൊരു ദൈവം ഒന്ന് ഉയർത്തി കാണിക്കുവാൻ എന്നെ നടത്തിക്കൊണ്ട്
നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഈ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുവാൻ തയ്യാറായാൽ ഞാൻ പറയും, ഞാനും നിങ്ങളും സാധാരണ വ്യക്തികളല്ല. ഞാനും നിങ്ങളും സാധാരണ വ്യക്തികളല്ല. ഈ വചനത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് ഇറങ്ങിത്തിരിക്കുവാൻ മനസ്സു കാണിച്ചെങ്കിൽ എനിക്ക് നിങ്ങൾക്കും സാധാരണ അധികാരമല്ല തന്നത്. ചിലത് നോക്കി പ്രവചിക്കുവാൻ, ചില കുടുംബങ്ങളെ നോക്കി പ്രവചിക്കുവാൻ, ചിലതിനെ നേടിയെടുക്കുവാൻ ദൈവം ഒരു വലിയ അധികാരം എന്റെ നിങ്ങളെ നാവിൽ തന്നിട്ടുണ്ട്. എത്ര പേര് അധികാരം ഉപയോഗിക്കുന്നു എന്നുള്ളത് എന്റെ ദൈവം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, പലരും ഇന്ന് കാരാഗൃഹങ്ങളിലും ഗുഹകളിലുമാ, പക്ഷെ ആരും മടക്കി തരിക എന്ന് പറയുന്നില്ല. പ്രകാശം പറഞ്ഞ് ഒന്ന് മടക്കി തരാൻ ഈ പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ചില വിഷയങ്ങളുടെ മേൽ ഇന്നും നിങ്ങൾക്ക് വിടുതൽ കാണാതെ ഇരിക്കുമ്പോൾ ആ വിഷയങ്ങളെ നോക്കി നിങ്ങളൊന്ന് മടക്കി തരുവാൻ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് 1 അല്ല 2 അല്ല 10 അല്ല, അതിനപ്പുറം കുടുംബങ്ങളെയും അതിനപ്പുറം അനുഗ്രഹങ്ങളെയും എന്റെ സ്വർഗം നൽകുവാനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തന. അവൻ വാക്ക് പറഞ്ഞിട്ടുണ്ടോ, അവൻ വാഗ്ദത്തം തന്നിട്ടുണ്ടോ, എന്റെ ദൈവം തക്ക സമയത്ത് അത് ചെയ്യുവാനായിട്ടിടയാകും. പക്ഷെ ഒരു കാര്യം, ഇറങ്ങി തിരിച്ച ജീവിതവും ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ജീവിതവും ഏതാണെന്ന് ഒരിക്കലും ഞാൻ നിങ്ങളും മറന്നു പോകരുത്. ഹല്ലേലൂയ. സന്യാസ ഭവനത്തില് അനേക വൈദികരും സിസ്റ്റേഴ്സും ഉണ്ട്. ഞാൻ ഇറങ്ങി വന്നതിന് ശേഷം അവരോടൊക്കെ സുവിശേഷം പറയാൻ എങ്കിലും ഒരു അവസരം കിട്ടി. ഒരിക്കൽ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അവർക്ക് വിഷമം വന്നു. വേറൊരാളെ വിളിച്ചു പറഞ്ഞു, മഞ്ജുരി നിന്നേക്കാട്ടിൽ മുമ്പേ ഈ സത്യം ഞങ്ങൾക്കറിയാം, പക്ഷെ ഇറങ്ങി വന്നാൽ ആരും ഞങ്ങളെ ഏറ്റെടുക്കും എന്നവർ ചോദിക്കും. ഞങ്ങൾക്കെല്ലാം തന്നെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീധനം പോലെ കാശ് എന്നാണ് ഞങ്ങളെ സന്യാസ ഭവനത്തിൽ പറഞ്ഞു വിടുന്നത്. ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾക്ക് ആരും ഒന്നും തരാനില്ല. വരുമ്പോൾ അപ്പനും അമ്മയും ആരും ഞങ്ങളെ ഏറ്റെടുക്കത്തുമില്ല. പക്ഷെ ഞാൻ ഇറങ്ങിച്ചായിട്ട് കർത്താവിന്റെ കരത്തിലായതുകൊണ്ട് എനിക്കിന്നറിയാം എന്റെ ദൈവം എന്നെ വഴി നടത്തുമെന്ന്. അവർക്ക് അത്രത്തോളം വിശ്വാസം അവരുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, സന്യാസ ഭവനത്തിൽ കിടക്കുന്നവർ യാഥാർത്ഥ്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നരകത്തിലാ പോകുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അവിടെ നിൽക്കുവോ? ഒരിക്കലും നിൽക്കത്തില്ല. യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട ദൈവം അവരെ തൊട്ടാൽ അവർ ഇറങ്ങുവാൻ ഇടയാകും. എന്റെ ദൈവം അവരെ തൊടുവാൻ, അവരുടെ കണ്ണു തുറക്കുവാൻ, അവർക്ക് ഈ ആത്മധൈര്യം കിട്ടുവാൻ. ഇന്ന് ഞാൻ ഇവിടെ വന്ന് നിന്നെങ്കിൽ നാളെ ഒരു അച്ഛനല്ല, നാളെ ഒരു ബിഷപ്പ് ഇവിടെ വന്ന് നിൽക്കുവാനായിട്ട് ഇടയാകും. കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസത്തിനിടയിൽ കത്തോലിക്കയിലെ ഏറ്റവും വലിയ കരിസ്മാറ്റിക് പ്രവർത്തകനായിട്ട് ബ്രദർ ദേവസ്യ മുല്ലക്കര എന്ന് പറയും. പുള്ളിക്കാരന് ദൈവത്തിന്റെ സ്നാനം ശരിയാണെന്ന് മനസ്സിലായി പോയി സ്നാനം ഏൽക്കുവാനും അദ്ദേഹത്തോടൊപ്പം നിന്ന് 1300 പേര് ദൈവത്തെ ജലത്തിൽ സാക്ഷീകരിക്കുവാനും ഇടയായി. എന്റെ ദൈവം പ്രവർത്തിക്കുന്ന കാലഘട്ടമാ. എന്നെ കർത്താവ് വിടുവിച്ചെങ്കിൽ എന്റെ പിന്നിൽ ഒരു വലിയ ജനസമൂഹത്തെ കർത്താവ് കണ്ടിട്ടുണ്ട്. തുറന്ന വാതിൽ പോയി പിന്നെയും തുറക്കേണ്ട കാര്യമില്ല. അടഞ്ഞു കിടക്കുന്ന അനേക വാതിലുണ്ട്. നമുക്കറിയാം, ഈ ലോകത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കിയാല് അനേകര് വിഷമത്താലും ഭാരത്താലും അവർക്ക് ദൈവത്തെ വിളിക്കണമെന്നും കടന്നു വരണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ ആരും വിളിക്കാത്തത് കാരണം അവർക്ക് ഇറങ്ങി വരാൻ ധൈര്യം കിട്ടാത്തതാണ്. പല മുറികളും ഇന്ന് അടഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയും, നിങ്ങൾ തുറന്ന വാതിലിനെ പിടിക്കാൻ പോകരുത്. നിങ്ങൾ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ സ്വർഗം തരും. നിങ്ങൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആലോചന പറയും, ഇന്ന ഭവനത്തിൽ പോകുവാൻ, ഇന്ന വ്യക്തികളെ കാണുവാൻ, ഇന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നിങ്ങൾ അവിടെ പോയി ആ ആത്മാക്കളെ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ആ സഹോദരി. എനിക്കറിയില്ല, ആ സഹോദരി ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം അമേരിക്കയിലേക്ക് അയക്കാനിടയായി. പുള്ളിക്കാരി ഒരു കത്തോലിക്കത്തിയ സിസ്റ്റർ ആവാൻ പോയി സിസ്റ്റർ ആയ വ്യക്തിയാ. പക്ഷെ അത് ആംഗ്ലമാർ അവിടെ ജീവിക്കാൻ സമ്മതിപ്പിച്ചില്ല. അവരൊരു സ്കൂള് പണിതുകൊണ്ട് അവിടെ ജോലി ചെയ്യാൻ വേണ്ടി ആ സിസ്റ്ററിനെ അവിടെ നിന്ന് വിളിച്ചിറക്കി. മദ്രാസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആരോ അമേരിക്കയിലേക്ക് ഒരു സ്റ്റുഡന്റ് വിസ പുള്ളിക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ കത്തോലിക്ക ഒരു സ്ത്രീ, എനിക്ക് തോന്നുന്നു 45 വയസ്സെങ്കിലും ആന്റിക്കുണ്ടാവും. അവര് ഈ അമേരിക്കയില് വാഷിംഗ്ടൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ബൈബിൾ കോളേജിൽ വന്നതാ. സാധാരണ വിശ്വാസികളല്ലേ ബൈബിൾ കോളേജിൽ വന്ന് അറ്റൻഡ് ചെയ്യുക. ഇത് വന്നു, നാട്ടിൽ നിന്ന് ആരോ വിളിച്ച് എനിക്ക് നമ്പർ തന്നു, ഇങ്ങനെ ഒരു സിസ്റ്റർ അവിടെ വന്നിട്ടുണ്ട്, ആ സിസ്റ്ററെ വിളിക്കണം, സംസാരിക്കണം. എന്റെ കത്തോലിക്കരുതാണെന്നൊന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ വിളിക്കും, സംസാരിക്കും. അവസാനം എന്റെ അടുത്ത് പറയും, മഞ്ജുലി എനിക്ക് പ്രാർത്ഥിക്കാൻ ഇരിക്കണമെന്നുണ്ട്, പക്ഷെ ഇരിക്കുമ്പോഴേ ഞാൻ ഉറങ്ങും, എനിക്ക് കരയാൻ അറിയത്തില്ല എന്ന് പറയും. ഞാൻ പറയും, സിസ്റ്റർ ജീവിതത്തിൽ കഷ്ടത ഒന്നും കർത്താവ് തന്നിട്ടില്ലെങ്കിൽ കരയണ്ട, പക്ഷെ എന്തുമാത്രം നന്ദി പറയേണ്ട ഒരു ഹൃദയമുണ്ട് നമുക്ക്. ഈ ദേശത്ത് കർത്താവ് എത്തിച്ചെങ്കിൽ സിസ്റ്റർ കുറിച്ച് വലിയൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കരഞ്ഞ് അവകാശം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ 3 ദിവസം ഒരു സഭയില് ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്. വരണം, നീ ആ മകളെ കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ദൈവസന്നിധി നിലവിളിച്ച് തന്ന അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരാഴ്ച ലീവ് എടുത്ത് വാഷിംഗ്ടണിൽ സഹോദരി ഡാളസിൽ ഇപ്പം വന്നിട്ടുണ്ട്. വന്നു. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് ഞങ്ങൾ ഒരുമിച്ച് പോകുവാനായിട്ടിടയായി. വന്ന ദൈവസന്നിധിയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ കരയാൻ തുടങ്ങി. യഥാർത്ഥ
അത്യുമങ്ങളെ തൊടുവാനായിട്ടിടയായി ദൈവസന്നിധിയിൽ ദിവസങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുവാൻ, കർത്താവിന് വേണ്ടി കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അനേകർക്ക് ഒരു വിടുതലായി തീരുവാനായിട്ട് ഇന്ന് ഞാൻ പറയുന്നത് അതുപോലെ അനേക ഇടങ്ങളിൽ അനേകർ കിടപ്പുണ്ട്. കർത്താവ് നമ്മെ കാണിച്ചു തരും. നമുക്ക് തന്ന അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും കർത്താവ് അനേകരെ വിടുവിച്ച് നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് ഈ ദൈവത്തിന് പോയി മുട്ടുകുത്തുവാനായിട്ട് കർത്താവ് ഭാഗ്യം തരും. അതിനായിട്ട് ദൈവസന്നിധി നമുക്ക് വിശ്വസ്തയോടെ വ്യാപരിക്കുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ വേലകളെ ഓർത്തു പ്രാർത്ഥിക്കണം. എന്റെ കല്യാണം കഴിഞ്ഞതാണ്. ഞാൻ ജില്ലയിലെ ഒരു ദേവദാസനെ വിവാഹം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ ഇടുക്കി ജില്ലയിലാണ് കർത്താവിന്റെ വേലയിലായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ സന്യാസ ജീവിതത്തിൽ ഇറങ്ങി വരുന്ന അച്ഛന്മാരെ സിസ്റ്റേഴ്സിനെയും കെയർ ചെയ്യുവാനായിട്ട് ഞങ്ങൾ ഒരു കെയർ യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംരംഭം തുടങ്ങിയാൽ അനേകത ഇറങ്ങി വരുമെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ദൈവത്തിന് തന്ന വലിയൊരു ദർശനമാ. അത് നന്നായി ചെയ്തെടുക്കുവാൻ ദൈവത്തിന് കൂടി മഹത്വം കൊടുത്തുകൊണ്ട് ചെയ്യുവാൻ അവസാനം വരെ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാനായിട്ട് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ നിങ്ങളെ കുടുംബമായിട്ട് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനൊരു അവസരം തന്ന ബ്രദറിനോടും ഫാസിനോടും ദൈവമക്കളോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇത് കേട്ട് ഒരു ചെവി കൂടെ കളഞ്ഞിട്ട് പോകുന്നവരായി തീരാതെ വെറും 1.5 വർഷം മാത്രമായി എന്റെ ജീവിതത്തെ ഈ കുറ്റിയെ കർത്താവിന് എത്രമാത്രം കിളിർപ്പിക്കാമെങ്കിൽ അനേക വർഷം മുമ്പ് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന വ്യക്തി ജീവിതങ്ങളെ എന്റെ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരിക്കാതെ ഈ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായാൽ എന്റെ ദൈവം നിങ്ങളെ മാനിക്കുവാനായിട്ട് ഇടയാകും. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും ഈ സാക്ഷ്യത്തെ ശ്രവിച്ചുകൊണ്ടിരുന്ന ശ്രോതാക്കളോട് സിസ്റ്റർ അഞ്ജലി ഇപ്പോൾ ഡാളസ് പട്ടണത്തിൽ കടന്നു വന്നപ്പോൾ 2008 മെയ് മാസം 30 നടന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പറഞ്ഞ സാക്ഷ്യമാണ് നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരുന്നത്. കർത്താവിൻ്റെ ദാസിയെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ പ്രസാദം തോന്നിയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യനും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സകലരും രക്ഷ പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനായിട്ടല്ലോ 2000 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ കാൽവരി കുലക്കളത്തിൽ നമുക്ക് വേണ്ടി യാഗമർപ്പിച്ചത്. ഈ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് തിരുവചനം നമ്മെ വിളിച്ചറിയിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതുവരെയും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത ആരെങ്കിലും ഇത് ശ്രവിച്ചുവെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യതിയാനമായി മാറട്ടെ. അഞ്ജലി പോളിനെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലായിക്കൂടാ? എന്നോടൊപ്പം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും, സ്വർഗപിതാവേ, ഞാനൊരു പാപിയാകുന്നു. നീ ഇതിൻ്റെ ഏകജാതനായ പുത്രനെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാൽവറിയിൽ കുലക്കളത്തിൽ യാഗമായി അർപ്പിച്ചത് എനിക്ക് വേണ്ടിയാകുന്നുവെന്നും അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിൽ നിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ വിശ്വസിച്ച് എൻ്റെ വായ് കൊണ്ട് ഏറ്റുപറയുന്നു. അവൻ എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. പിതാവേ, നിന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളത്തിൽ അയച്ചിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുക, സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. അങ്ങനെ ഈ പ്രാർത്ഥന എന്നോടൊപ്പം പ്രാർത്ഥിച്ച നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ദൈവസഭയിൽ ചെന്ന് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുകയും ദൈവവചനം ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന സഭയോട് ചേർന്ന് ആരാധിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.